الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين أشهد أن لا إله إلا الله وحده لا شريك له الحق المبين وأشهد أن محمدا عبده ورسوله الصادق الأمين أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون فبلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده وتركنا على المحجة البيضاء ليلها كنهارها لا يزيغ عنها إلا هالك وصلوات الله عليه وعلى آله والصحابة الطيبين الطاهرين الفائزين برضا الله سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب يا أيها الذين آمنوا إن من أزواجكم وأولادكم عدوا لكم فاحذروهم സ്നേഹമുള്ള വിശ്വാസിനികളെ സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും ഇഖ്ലാസും തഖ്വയും കൈവിടാതെ സൂക്ഷിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടമുള്ള അടിയാറുകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം പരിശുദ്ധ റമദാനിലെ പുണ്യമേറിയ രാപ്പകലുകൾ ഒട്ടനവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. വിചാരങ്ങൾ നിയന്ത്രിച്ച് ഭക്ഷണപാനീയം ഉപേക്ഷിച്ച് ദീർഘനേരം തറാവീഹ് നമസ്കരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണം അധികരിപ്പിച്ച് ദിക്റുകളിലൂടെ, ദുആകളിലൂടെ, ദാനധർമ്മങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നാം ഓരോരുത്തരും. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആനും അതിൻ്റെ പ്രായോഗിക വിശദീകരണമായ പ്രവാചക വചനങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ദീനീ സദസ്സിൽ കൂടി, അതും അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്നു എന്നത് വലിയൊരു തൗഫീഖ് തന്നെയാണ്. ഉദ്ദേശശുദ്ധിയോടെ ഇരിക്കാനും അതുവഴി വലിയ പ്രതിഫലം കരസ്ഥമാക്കാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളെ ചേർത്തു പിടിക്കാം എന്ന വിഷയമാണ് ഇന്ന് വിശദീകരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും മഹത്തായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് സന്താന സൗഭാഗ്യം എന്നത്. അതിൻ്റെ വലുപ്പവും ആഴവും മനസ്സിലാകണമെങ്കിൽ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളോട് ഒരു 5 മിനിറ്റ് സമയം സംസാരിച്ചാൽ മതിയാവും. അവരുടെ ജീവിതത്തിലെ മറ്റെന്ത് സങ്കടങ്ങളുണ്ടെങ്കിലും, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളോ ശാരീരികമായ രോഗങ്ങളോ അതല്ലെങ്കിൽ മറ്റെന്ത് പ്രതിസന്ധികൾ അവർ തരണം ചെയ്യുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലെ വലിയ വിഷമമായി, ഒരു നീറ്റലായി അവർ പങ്കുവെക്കുക, 4-5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളൊന്നും ആയിട്ടില്ല എന്ന സങ്കടമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സന്താന സൗഭാഗ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ദമ്പതികൾ ഏത് വിധത്തിലുള്ള ചികിത്സക്കും വിധേയരാകാറുണ്ട്. എത്ര വിദൂരങ്ങളിലും വിദേശങ്ങളിലും പോയി ഡോക്ടറെ കാണിക്കാൻ അവർ തയ്യാറാകും. ഒരുപക്ഷെ ഇത്തരം ഒരു സദസ്സിൽ പറയാൻ അറപ്പ് തോന്നുന്ന രൂപത്തിലുള്ള ചികിത്സക്ക് പോലും അവർ വിധേയരാകും. ഭീമമായ സംഖ്യ കൊടുത്ത് മരുന്ന് വാങ്ങി കഴിക്കാൻ അവർ തയ്യാറാകും. എങ്ങനെയെങ്കിലും ഒരു കുട്ടി ഉണ്ടാകണം എന്നത് വിവാഹം കഴിഞ്ഞ ഏതൊരാളുടെയും ആഗ്രഹമാണ്, അഭിലാഷമാണ് എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെന്ന അനുഗ്രഹം നമുക്ക് നൽകിയതിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നത് അത് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്നാണ്.
അള്ളാഹു പറയുകയാണ് ലില്ലാഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ ആധിപത്യം അള്ളാഹുവിനാണ്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതാണ് അവൻ സൃഷ്ടിക്കുക. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അവൻ പെൺമക്കളെ മാത്രം നൽകും. വയഹബു ലിമൻ യശാഉ ദുഖൂർ, അവൻ ഉദ്ദേശിക്കുന്ന വേറെ ചിലർക്ക് അവൻ ആൺമക്കളെ മാത്രമാണ് നൽകുക. അടുത്ത ആയത്തിൽ അല്ലാഹു പറഞ്ഞു ഔ യുസവ്വിജുഹും ദുക്റാനം വ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്ന വേറെ ചിലർക്ക് അവൻ ആൺമക്കളെയും പെൺമക്കളെയും നൽകും. പിന്നീട് പറഞ്ഞ വാചകം ഗൗരവമാണ്. വയജ്അലു മൻ യശാഉ അഖീമ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ചിലരെ അല്ലാഹു മക്കളില്ലാത്ത വന്ധ്യകളാക്കി മാറ്റുകയും ചെയ്യും. ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞു ഇന്നഹു അലീമുൻ ഖദീർ, അല്ലാഹു സർവജ്ഞനും സർവശക്തനുമാണ്. എല്ലാം അറിയുന്ന, എല്ലാത്തിനും കഴിയുന്ന അല്ലാഹു ചിലർക്ക് മക്കളെ കൊടുക്കും, ചിലർക്ക് മക്കളെ കൊടുക്കാതിരിക്കും. ചിലർക്ക് ആൺമക്കളെ കൊടുക്കും, ചിലർക്ക് പെൺമക്കളെ കൊടുക്കും. ചിലർക്ക് ആൺമക്കളെയും പെൺമക്കളെയും ഇടകലർത്തി കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ ആധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വലിയ അനുഗ്രഹമാണ് സന്താന സൗഭാഗ്യം എന്നത്. പക്ഷെ പലപ്പോഴും ആ അനുഗ്രഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെയുള്ള ചില സംസാരങ്ങളൊക്കെ മക്കളുള്ള മാതാപിതാക്കളിൽ നിന്ന് നമ്മളൊക്കെ കേൾക്കാറുണ്ട്, അല്ലേ? ആൺമക്കൾ മാത്രമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതിന് ഇസ്ലാം എതിരൊന്നുമല്ല. പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു കുറ്റപ്പെടുത്തി പറയും, ഒന്നെങ്കിലും ഒരു പെൺകുട്ടി ആകേണ്ടിയിരുന്നു എന്നൊരാഗ്രഹം. പെൺകുട്ടികൾ മാത്രമുള്ള ആളുകൾ ഒന്നെങ്കിലും ആൺകുട്ടിയാകണമായിരുന്നു എന്ന താല്പര്യം. ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ളവർ എന്തൊക്കെ ഇങ്ങനെ കുറേ ഉണ്ടായിട്ട് ഒന്നിനെ കൊണ്ടൊരു ഉപകാരപ്പെട്ടില്ലല്ലോ എന്ന സങ്കടത്തിലാണ്. എന്നാൽ ഒന്നുമില്ലാത്തവരോ ഒരു കാണു വേണമെന്നോ പെണ്ണു വേണമെന്നോ നിബന്ധനയൊന്നുമില്ല, ഒരു കുട്ടി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് അവരുള്ളത്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഇത്രയും മഹത്തായ അനുഗ്രഹം അതൊരു പരീക്ഷണമാണ് എന്ന ബോധം സദാസമയവും നമ്മൾ നിലനിർത്തണം. ഇസ്ലാമിലെ ഒരു പൊതു നിയമം, നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹത്തിൻ്റെ അളവ് എത്ര കൂടുന്നുണ്ടോ അതിനനുസരിച്ച് അതുകൊണ്ടുള്ള പരീക്ഷണത്തിൻ്റെ അളവ് കൂടും. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമാണ് കണ്ണ്. അതുകൊണ്ട് തന്നെ കണ്ണ് അനുഗ്രഹമാണ്, പരീക്ഷണമാണ്. സമ്പത്ത് അനുഗ്രഹമാണ്, പരീക്ഷണമാണ്. അനുഗ്രഹത്തിൻ്റെ അളവ് കൂടുന്തോറും അതുകൊണ്ട് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നതിൻ്റെ അളവും കൂടും എന്ന ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് മക്കൾ എന്നത് വലിയ അനുഗ്രഹമായതുകൊണ്ട് തന്നെ മക്കൾ എന്നത് വലിയ പരീക്ഷണവുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്ത് നമുക്ക് അലങ്കരിക്കാൻ, നമുക്ക് അഹങ്കരിക്കാൻ, അഭിമാനിക്കാൻ തന്ന വലിയ സൗകര്യമാണ് മക്കൾ എന്നത്. അല്ലാഹു പറയാണ് അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, അൽമാലു വൽ ബനൂൻ, സമ്പത്തും സന്താനങ്ങളും ഉണ്ടല്ലോ, സീനത്തുൽ ഹയാത്തി ദുനിയാ, ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാകുന്നു. അല്ല സഹോദരങ്ങളെ, പൈസ ഉണ്ട് എന്ന് പറഞ്ഞാൽ, മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അഭിമാനമാണ്. മക്കൾ ചെറിയ കുട്ടികളാകുമ്പോൾ പാട്ട് പാടിയത് നമ്മളിങ്ങനെ വീഡിയോ എടുത്തിട്ട് എൻ്റെ കുട്ടി പാടിയതാണെന്ന് പറയും, എൻ്റെ കുട്ടി സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന് പറയും, സൂറത്തുൻ നാസ് ഭംഗിക്ക് ഓതുന്ന് പറയും. നമുക്കതൊരു അഭിമാനമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സന്താനങ്ങളെ കൊണ്ടുള്ള, സമ്പത്തിനെ കൊണ്ടുള്ള ഒരു പെരുമ നടിക്കലാണ്. അപ്പം നമുക്കൊരു പെരുമയാണ് നമ്മുടെ മക്കൾ എന്നത്, നമുക്ക് വലിയ ഒരു ആദരവാണ് എന്നതിലൊന്നും ഒരു തർക്കവുമില്ല. എന്നാൽ അതേ മക്കളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് എന്താ അറിയോ? വഅലമു, നിങ്ങൾ അറിഞ്ഞിരിക്കണേ, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. ആ ഒരു വാചകം നമ്മുടെ മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ ഉണ്ടാകണം. അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പാദ്യങ്ങളും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി തന്നതാണ്. ഒരു പരീക്ഷണ വസ്തുവാണ് നമ്മുടെ മക്കളെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻഫാലിലെ 28-ലും സൂറത്തു തഗാബുനിലെ 15-ലും ആവർത്തിച്ചു പറഞ്ഞു, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. നിങ്ങളുടെ സന്താനങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടല്ലോ, അതൊരു പരീക്ഷണമാണ് കേട്ടോ, നിങ്ങളെ പരീക്ഷിക്കാൻ അല്ലാഹു തന്ന അനുഗ്രഹമാണ് കേട്ടോ. അപ്പോൾ അനുഗ്രഹവുമാണ് പരീക്ഷണവുമാണ് എന്ന ബോധം നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊരു അനുഗ്രഹം കിട്ടുമ്പോൾ അവൻ്റെ മനസ്സ് പറയുക, പടച്ചോനെ ഇതെനിക്ക് ഉപകാരപ്പെടണേ, ഉപദ്രവമാകരുതേ എന്നൊരു പ്രാർത്ഥനയാണ് അവൻ്റെ മനസ്സിൽ വരേണ്ടത്.
ഒരു മകൾക്കൊരു കല്യാണം ശരിയായി എന്ന് പറയുമ്പോൾ, ഒരു കാറ് വാങ്ങാൻ സാധിച്ചു എന്നാകുമ്പോൾ, വീട് പണി പൂർത്തിയാകുമ്പോൾ, നമ്മുടെ ഭാര്യ പ്രസവിച്ചു എന്നറിയുമ്പോൾ നമ്മൾ പറയേണ്ട വാചകം എന്താണ്? ഹാദാ മിൻ ഫദ്ലി റബ്ബി ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. ചില ആളുകളൊക്കെ വീട്ടിലൊക്കെ എഴുതി വെക്കണ വാചകം അതിൻ്റെ പകുതിയുള്ളൂ. ഹാദാ മിൻ ഫദ്ലി റബ്ബി, ഇതൊക്കെ എൻ്റെ റബ്ബ് ചെയ്തു തന്ന വലിയ ഔദാര്യാണ് എന്ന് ചില ആളുകൾ എഴുതി വെക്കും. യഥാർത്ഥത്തിൽ അതിൻ്റെ ബാക്കിയിലാണ് കാര്യം കിടക്കുന്നത്. അതെന്താ? ലിയബ്ലുവനി അഷ്കുറു അം അക്ഫുർ. ഞാനിതിന് നന്ദി കാണിക്കുമോ, നന്ദികേട് കാണിക്കുമോ? റബ്ബ് എന്നെ പരീക്ഷിക്കാൻ എനിക്ക് തന്ന അനുഗ്രഹമാണിത്. ഒരു കാറ് കിട്ടിയാൽ, ഒരു ജോലി കിട്ടിയാൽ അപ്പം മനസ്സിൽ വരണം, എൻ്റെ റബ്ബ് ഈ അനുഗ്രഹത്തിന് ഞാൻ നന്ദി കാണിക്കുമോ, അതല്ല നന്ദികേട് കാണിക്കുമോ എന്ന് എന്നെ പരീക്ഷിക്കാൻ, എന്നെ പരിശോധിക്കാൻ എൻ്റെ റബ്ബ് ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹമാണ് ഇത് എന്ന് ഏതൊരു അനുഗ്രഹത്തിൻ്റെ പിന്നിലും മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. യഥാർത്ഥത്തിൽ മക്കൾ പരീക്ഷണമാകും എന്ന് മാത്രമല്ല പറഞ്ഞത്, മക്കൾ ശത്രുവാകുന്ന പരീക്ഷണം പോലും ഉണ്ടാകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഏതൊരു മക്കളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടിയാണോ കഠിനാധ്വാനം ചെയ്യുന്നത്, ആർക്കു വേണ്ടിയാണോ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടുപെട്ട് പണിയെടുക്കുന്നത്, പ്രയാസം സഹിച്ച് പ്രവാസം നയിക്കുന്നത്, അതൊക്കെ ആർക്കു വേണ്ടിയാണോ ആ മക്കൾ നാളെ നമുക്കെതിരാകുന്ന അവസ്ഥ ഉണ്ടാകും. ഏതൊരു ഭാര്യയ്ക്ക് വേണ്ടിയാണോ നമ്മൾ കഷ്ടപ്പെടുന്നത്, ഏതൊരു ഭർത്താവിന് വേണ്ടിയാണോ ഭാര്യ വീട്ടിൽ എല്ലാവിധ പണികളിലും മുഴുകുന്നത്, അതേ ഭാര്യയ്ക്ക് ഭർത്താവ് ഇണ ശത്രുവായി മാറും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അതും എങ്ങനെ വിളിച്ചിട്ട്? മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് നമ്മളോട് പറയാ. വിശുദ്ധ ഖുർആനിൽ 89 സ്ഥലങ്ങളിലുള്ള വിളിയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിൽ വിശ്വാസമുള്ളവരെ, പരലോക വിശ്വാസമുള്ളവരെ, അന്ത്യദിനത്തിൽ വിശ്വാസമുള്ളവരെ. 89 സ്ഥലങ്ങളിൽ അല്ലാഹു വിളിച്ച വിളിയാണ്. 88 ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. 3 സൂറത്തുകൾ വിശുദ്ധ ഖുർആനിൽ ആരംഭിക്കുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സൂറത്തു തഗാബുനിൽ അല്ലാഹു വിളിക്കാണ് യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അങ്ങനത്തെ ഒരു വിളി കേട്ടാൽ പിന്നെ ഞങ്ങൾക്ക് പേടിയാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്നൊരു അഭിസംബോധന ഉണ്ടെങ്കിൽ പിന്നീട് പറയുന്നത് നിർബന്ധപൂർവം ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ഒരു നന്മയ്ക്ക് പ്രേരിപ്പിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ അതിശക്തമായ ജാഗ്രതയോടുകൂടി വേരോടെ പിഴുതെറിയേണ്ടുന്ന ഒരു തിന്മകളെക്കുറിച്ച് താക്കീത് നൽകാനോ ആയിരിക്കും അള്ളാഹ് അങ്ങനെ വിളിക്കുക. നോക്കൂ നിങ്ങൾ, സൂറത്തു തഗാബുനിലെ 14 അള്ളാഹ് വിളിച്ചത് എന്തിനാണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. ഇന്ന മിൻ അസ്വാജിക്കും, തീർച്ചയായും നിങ്ങളുടെ ഇണകളിലുണ്ട്, വഔലാദിക്കും, നിങ്ങളുടെ സന്താനങ്ങളിലുമുണ്ട്, അദുവ്വൻ ലക്കും, നിങ്ങൾക്ക് ചില ശത്രുക്കളുണ്ട്, ഫഹ്ദറൂഹും, കരുതിയിരുന്നോളൂ. ആ ഹെദർ എന്നുള്ള പദം ഉണ്ടല്ലോ, കരുതിയിരുന്നോളൂ എന്നുള്ള പദം, അത് ഖുർആനിൽ മറ്റൊരു രംഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതെവിടെയെന്നറിയോ? നിങ്ങളെ ആക്രമിക്കാൻ സർവ്വസന്നാഹങ്ങളുമായി, യുദ്ധക്കോപ്പുകളുമായി, കോപ്പും കോളുമായി, വാളും പരിചയവുമായി, അമ്പും വില്ലുമായി ശത്രുക്കൾ വന്നിട്ടുണ്ട്, കരുതിയിരുന്നോളി. യുദ്ധത്തിനിറങ്ങിയപ്പോൾ ശത്രുവിനെ കരുതിക്കോളി എന്ന് പറഞ്ഞ അതേ വാക്കുപയോഗിച്ചിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങളെ മക്കള് നിങ്ങളെ ശത്രുവായി മാറും, നിങ്ങളെ ഇണ നിങ്ങളുടെ ശത്രുവായി മാറും, കരുതിയിരുന്നോളൂ. അതീവ ജാഗ്രത മുഅ്മിനീങ്ങളെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതല്ലേ ഇന്നിൻ്റെ അനുഭവങ്ങൾ നമ്മെ അറിയിച്ചു തരുന്നത്. 10-18 കൊല്ലം പോറ്റി വളർത്തിയിട്ട് ഒരു നാണവും മാനവുമില്ലാതെ മോള് ഉപ്പാന്റെ മുഖത്ത് നോക്കി പറയാണ്, എനിക്ക് 2 വർഷം മുമ്പ് പരിചയപ്പെട്ട ഇവന്റെ കൂടെ പോയാൽ മതി, നിങ്ങൾ വേണ്ട. സുഹൃത്തുക്കളെ, എത്ര നമ്മൾ കേൾക്കുന്നത്. 10-25 കൊല്ലം മകന്റെ പഠനത്തിനും ഡിഗ്രിക്കും ഉന്നത നിലവാരം വെക്കുന്ന ബിരുദത്തിനും പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനം മകൻ ഉപ്പാനെ അടിക്കാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കണവനായി മാറുക. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നിരന്തരമായ ജാഗ്രത, നിതാന്ത ജാഗ്രത മുഅ്മിനീങ്ങളെ നമ്മുടെ ഭാഗത്ത് മക്കളുടെ വിഷയത്തിൽ നമുക്കുണ്ടാകണം. അങ്ങനെയാണ് ഇന്നത്തെ വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ വിദേശങ്ങളിലും അല്ലെങ്കിൽ അന്യ സംസ്ഥാനങ്ങളിലുമൊക്കെ കേട്ട് പരിചയമുണ്ടായിരുന്ന പല വാർത്തകളും ഇന്ന് നമ്മുടെ കേരളത്തിലും അല്ല, നമ്മുടെ ജില്ലകളിലും അല്ല, നമ്മുടെ വീടകങ്ങളിൽ പോലും കേട്ടുകൊണ്ടിരിക്കുകയാണ്.
ആണ് ആണിനെ കല്യാണം കഴിക്കുന്ന, പെണ്ണ് പെണ്ണിനെ കല്യാണം കഴിക്കുന്ന, കല്യാണത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന വല്ലാത്ത പ്രയാസകരമായ ഒരു അവസ്ഥയിലൂടെയാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് സമാധാനത്തോടെ അന്തിയുറങ്ങാൻ പോലും മാതാപിതാക്കൾക്ക് കഴിയാത്ത വിധം സമൂഹത്തിൽ മക്കളുടെ വിഷയത്തിൽ ആശങ്കാകുലരാണ് ഇന്നത്തെ മാതാപിതാക്കൾ എന്നതിൽ സംശയമില്ല. സുഹൃത്തുക്കളെ, നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? മുഅ്മിനീങ്ങളെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, ഖൂ അൻഫുസകും, സ്വദേഹങ്ങളെ കാത്തുകൊള്ളണേ, സ്വന്തം തടി കാക്കണേ, വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണേ, നാറാ, നരകത്തിയിൽ നിന്ന്. ഖുർആനിന്റെ 66-ാം അധ്യായം സൂറത്തുൽ ഹരീമിന്റെ 6-ാം വചനമാണ്. അല്ലാഹ് പറയാണ്, മുഅ്മിനീങ്ങളെ, സ്വന്തം തടി കാക്കുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ മക്കളെയും, അഹ്ല് എന്ന് പറഞ്ഞാൽ അതിലാദ്യത്തിൽ പെടുക ഭാര്യയും മക്കളുമാണ്. ഭാര്യയെയും മക്കളെയും ആ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമെന്ന് പറഞ്ഞിട്ട് പിന്നെ നരകത്തിന്റെ ഭയാനകത തുടർന്ന് അല്ലാഹു പഠിപ്പിക്കാണ്. വഖൂദുഹന്നാസു ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അതെ, ആ മലക്കുകൾ അവർക്ക് പരുഷ സ്വഭാവമാണ്, കഠിന ഹൃദയമാണ്, ഒരിക്കലും ദയ തോന്നുകയില്ല. ആ മലക്കുകൾ അല്ലാഹ് പറഞ്ഞതിനെതിരെ പ്രവർത്തിക്കുകയില്ല. നരകത്തിൽ നിങ്ങളെ ശിക്ഷിക്കും. മനുഷ്യനും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകം എന്നൊക്കെ നരകത്തെ കുറിച്ച് അല്ലാഹു തുടർന്ന് പറയുന്നുണ്ട്. ആ നരകത്തിൽ നിന്ന് സ്വന്തം തടി കാക്കണേ, മക്കളെ കാക്കണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമ്മെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ, അത് നമ്മുടെ ഒരു ബാധ്യതയായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തിൽ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യം, നാളെ ആർക്കാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനാവുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന ആമനു, മുഅ്മിനീങ്ങളായ ആളുകളുണ്ടല്ലോ, വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാൻ, ആ ഈമാനിൽ അവരോടൊപ്പം അവരുടെ മക്കളും പിന്തുടരുന്നുണ്ടെങ്കിൽ, ഞാൻ അള്ളാഹനെ മാത്രം ആരാധിച്ച് പടച്ചവരോട് മാത്രം പ്രാർത്ഥിച്ച് മുഅ്മിനായി മുവഹിദായി ഇങ്ങനെ ജീവിക്കുകയാണ്, എന്നിട്ട് അതേ ഈ വിശ്വാസത്തിൽ എന്നെ പിന്തുടരുന്ന, അതേ വിശ്വാസത്തെ പിന്തുടരുന്ന എൻ്റെ മക്കളുമുണ്ടെങ്കിൽ, അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, സ്വർഗത്തിലും ആ മക്കളെ അവരോടൊപ്പം അല്ലാഹു ചേർത്തി കൊടുക്കുന്നതാണ്. അവരെയാണ്, മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടൊപ്പം ചേർത്തി കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സൂറത്തു തൂറിലെ 21-ാം വചനമാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, നമുക്ക് ചില ബാധ്യതകളുണ്ട്. നമ്മുടെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, കൈവിടാതെ പിടികൂടാൻ, നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. മഹാന്മാരായ സലഫുകൾ പറയുമായിരുന്നു, അസ്സലാഹു മിനല്ലാഹ് വൽ അദബു മിനൽ ആബാ. അസ്സലാഹു മിനല്ലാഹ്, ഹിദായത്ത് കൊടുക്കുക അല്ലാഹുവാണ്. ഏത് മകൻ നന്നാകണം, ഏത് മകൻ ചീത്തയാകണം, ആരൊക്കെ നന്നാവുക, ആരൊക്കെ കേടുവരിക, അറിയുന്നവനും വിധിക്കുന്നവനും നമ്മുടെ റബ്ബാണ്. പക്ഷേ വൽ അദബു മിനൽ ആബാ, അതിനുള്ള മര്യാദ പഠിപ്പിച്ചു കൊടുക്കൽ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. നന്നാവലും കേടുവരലൊക്കെ പടച്ചവന്റെ അടുത്തുള്ള തീരുമാനമാണെങ്കിലും ആ നന്നാകാനുള്ള വഴി കാണിച്ചു കൊടുക്കൽ ഉമ്മയുടെ ബാധ്യതയാണ് എന്നാണ് സലഫുകൾ പറയാറുണ്ടായിരുന്നത് എന്നാണ്. അല്ലെങ്കിലും നമ്മളെ അള്ളാഹു ഏൽപ്പിച്ചപ്പോൾ നമ്മുടെ മക്കൾ എത്ര ശുദ്ധരായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞത് തന്നെ എന്താ? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യക്കുഞ്ഞും ജനിച്ചു വീഴുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്, നല്ല മനസ്സിന്റെ ഉടമകളായാണ്. അവന്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്, അവനെ മജൂസിയാക്കുന്നത്. ജൂതനും ക്രിസ്ത്യാനിയും അഗ്നി ആരാധകനൊക്കെ ആക്കി മാറ്റുന്നതിൽ മാതാപിതാക്കൾക്ക് പങ്കുണ്ട്. അതുകൊണ്ട് നല്ല മക്കളെ അള്ളാഹ് നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മക്കളായി തന്നെ നമ്മുടെ മക്കളെ തിരിച്ചു കൊടുക്കാൻ സഹോദരങ്ങളെ വളരെ ഗൗരവമായ ചില ആലോചനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ ഇൻഷാ അല്ലാഹ് വേഗത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭാഗം ക്ലിയർ ആകണം. ബാക്കി ഒരുപക്ഷെ സമൂഹത്തിന്റെ അവസ്ഥ കൊണ്ട് അള്ളാഹിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി എന്തും സംഭവിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് നാളെ വിരൽ കടിക്കേണ്ടി വരുന്ന, മക്കളെ നോക്കി നെടുങ്കേദം ഉണ്ടാകുന്ന അവസ്ഥ ഇല്ലാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം.
ഒന്നാമതായി ഇത്തരം വിഷയങ്ങൾ വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ വിഷയത്തിൽ ധാരാളം ഗ്രന്ഥങ്ങൾ അറബ് ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കും. തർബിയത്തുൽ ഔലാദ് എന്ന ഇമാം കഹ്താനിയുടെ ഗ്രന്ഥം, കൈഫ നുറബ്ബി ഔലാദന മുഹമ്മദ് ജമീൽ സൈനു രചിച്ചിട്ടുള്ള ഗ്രന്ഥം, അതുപോലെ തന്നെ അർബഊന നസീഹ ലി ഇസ്ലാഹിൽ ബുയൂത്ത്, ഒരു വീട് നന്നാകാൻ 40 ഉപദേശങ്ങൾ എന്നു പേരിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ശൈഖ് ഇബ്നു ബാസിന്റെ ശിഷ്യൻ കൂടിയായ മുഹമ്മദ് സ്വാലിഹ് അൽ മുനജ്ജിദ് ഹഫിളഹുല്ലാ രചിച്ച ഗ്രന്ഥം. എത്ര ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിലുണ്ട്, പലതും മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളൊക്കെ പരിശോധിച്ചാൽ മക്കൾ നന്നാകാനുള്ള ഒന്നാമത്തെ മാർഗമായി അവർ പറഞ്ഞത് എന്താ അറിയോ? ഇഖ്തിയാറു സൗജത്തി സ്വാലിഹ, നല്ലൊരു ഇണയെ തിരഞ്ഞെടുക്കണം. ആ പോയിന്റ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ചിലപ്പോൾ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഈ വിഷയത്തിൽ അവരെല്ലാവരും ഒന്നാമത് എണ്ണിയത് അതാണ്. സുഹൃത്തുക്കളെ, നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, എന്തറിയോ? എനിക്ക് ഒരു ഭാര്യയെ മാത്രമല്ല ഞാൻ തിരഞ്ഞെടുക്കുന്നത്, ഭാവിയിൽ എൻ്റെ സന്താന പരമ്പര നിലനിർത്താൻ യോഗ്യതയുള്ളവളെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. എൻ്റെ മക്കളെ പ്രസവിക്കാൻ അർഹതയുള്ളവളെ ഞാൻ തിരഞ്ഞെടുക്കണം. നമ്മളെ മകളെ കെട്ടിക്കുമ്പോൾ മകൾക്ക് ഒരു പുതിയാപ്പിളയെ അന്വേഷിക്കുമ്പോൾ നമ്മൾ ഒറ്റ കാര്യം ചിന്തിക്കേണ്ടത് അതെന്താണെന്നറിയോ? എൻ്റെ മോൾക്ക് ഏതെങ്കിലും ഒരു പുതിയാപ്പിള പോരാ, മറിച്ച് എൻ്റെ മോള് പ്രസവിക്കണ കുട്ടിൻ്റെ ബാപ്പയാകാൻ യോഗ്യതയുള്ളവനെ തിരഞ്ഞെടുക്കണം. പടച്ചോനെ പേടിയുള്ള ആളെ തിരഞ്ഞെടുക്കണം. സാധാരണ പറയും, മാതാപിതാക്കൾ വാട്ടർ ടാങ്കാണ്, മക്കൾ പൈപ്പാണ്. ആ പൈപ്പ് തുറന്നാൽ അതിലൂടെ വരുന്ന വെള്ളം ആ ടാങ്കിലുള്ള വെള്ളമാണ് വരിക. മാതാപിതാക്കൾ കൊങ്ങനെയാണെങ്കിൽ മക്കൾ അങ്ങനെയാകണം എന്ന് ആഗ്രഹിക്കുന്നതിന് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം ശരിയാകണം. അപ്പോൾ നോക്കി നിങ്ങൾ, നമ്മൾ മക്കൾ മൊബൈലിന് അഡിക്റ്റാണ്, അവർ മൊബൈലിൽ വൃത്തികേട് കാണുകയാണ്, അവർ ഗെയിം കളിക്കുകയാണ്, അവർ തിന്മ ചെയ്യാണ് എന്ന് പറയുമ്പോൾ ഞാൻ അതിൽ നിന്ന് ഒഴിവാണോ? വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. സുഹൃത്തുക്കളെ, നമ്മൾ മാതൃകായോഗ്യരല്ലെങ്കിൽ, നമ്മൾ നല്ല മാതാപിതാക്കളല്ലെങ്കിൽ, നമ്മുടെ മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നതിൽ ഒരു കാര്യമില്ല. അതുകൊണ്ട് മാതാവും പിതാവും ഉപ്പയും ഉമ്മയും ഭാര്യയും ഭർത്താവും നല്ല ഇണകളായി നല്ല നിലയിൽ ജീവിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ആ ഭാഗം കൂടുതലൊന്നും വിശദീകരിക്കണില്ല. നമുക്കറിയാം, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിയുടെ പാരന്റിങ് എന്ന് പറയുന്നത് ഉപ്പയും ഉമ്മയും ഒരേപോലെ പങ്കാളികളാകേണ്ട കലയാണ് അല്ലേ? ശരിക്കിപ്പോൾ ഒരാൾ ഉംറക്ക് പോവുകയാണ്, എന്താ ചെയ്യുക? ആദ്യമായി ഉംറക്ക് പോകുന്ന ഒരാൾ നേരത്തെ ഉംറ ചെയ്തു പരിചയമുള്ള ഒരാളുടെ കൂടെ ഇരിക്കും, ഒന്ന് ചോദിച്ചറിയും, അതിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കും. എന്നിട്ട് അമീറിനോട് പറയും, പിന്നെ ഇന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എനിക്ക് അവിടെ എത്തുമ്പോൾ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തണം കേട്ടോ എന്നിങ്ങനെ പറയും. ഇന്ത്യ പൈസ കൊടുത്ത് യാത്ര ചെയ്ത് വീട്ടിൽ നിന്ന് മാറി ഒരു ഉംറക്ക് പോകുമ്പോൾ അത് സ്വീകാര്യയോഗ്യമാകണം എന്ന ആഗ്രഹം കൊണ്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പോകുക. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ സിഫത്തുൽ ഉംറ, ഉംറയുടെ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചു. സിഫത്തു സ്വലാത്ത്, നമസ്കാരത്തിന്റെ രൂപം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചു. അതേപോലെ പണ്ഡിതന്മാർ ഗ്രന്ഥം രചിച്ച വിഷയമാണ് തർബിയത്തുൽ ഔലാദ്, സന്താന പരിപാലനം. അപ്പോൾ പഠിച്ച് പ്രാവർത്തികമാക്കേണ്ട വലിയൊരു കലയായി ഇന്ന് പാരന്റിങ്, മാതാപിതാക്കളുടെ ഈ സന്താന പരിപാലനം എന്ന രക്ഷാകർതൃത്വം എന്ന വിഷയം മാറിയിട്ടുണ്ട്. മുമ്പൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, കാരണം വീടുകളിൽ നിന്ന് തന്നെ അത് കിട്ടുമായിരുന്നു. വല്യപ്പയും വല്യമ്മയും അമ്മായി എളാമി മൂത്താപ്പയും എല്ലാവരും ഒന്നിച്ച് താമസിക്കുമ്പോൾ അത് കണ്ടു പഠിച്ച് പരിചയത്തിലൂടെയായിരുന്നു മക്കളെ പോറ്റിയിരുന്നത്. ഇന്നത് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 2-3 മാസം കഴിയുമ്പോഴേക്ക് ആ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്കാകില്ലെന്ന് സ്ത്രീകൾ, പെൺകുട്ടികൾ തീരുമാനിക്കുന്ന അവസ്ഥ എത്തിയിരിക്കുന്നു. 6 മാസം കഴിയുമ്പോഴേക്ക് ഞാൻ വിചാരിച്ച ഭാര്യയല്ല ഇവളെന്ന് പറഞ്ഞ് തൊലാക്ക് ചൊല്ലുന്നിടത്തേക്ക് കുടുംബ ബന്ധങ്ങൾ, വിവാഹബന്ധങ്ങൾ മാറിയിരിക്കുന്നു. അതുകൊണ്ട് വിവാഹത്തിന് മുമ്പേ അതിനെക്കുറിച്ചുള്ള അറിവും പരിചയവും നിർദ്ദേശങ്ങളും കിട്ടേണ്ട അവസ്ഥയിലേക്കാണ് സമൂഹം മാറിയിട്ടുള്ളത്. അതുകൊണ്ട് അറിയണം, എൻ്റെ ഭാര്യയോട് ഞാൻ എങ്ങനെ പെരുമാറണം, എൻ്റെ ഭർത്താവിനോട് ഞാൻ എങ്ങനെ പെരുമാറണം, എൻ്റെ മക്കളെ ഞാൻ എങ്ങനെ വളർത്തണം, അറിഞ്ഞിരിക്കണം. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ഏറ്റവും അധികം ഭർത്താവിൻ്റെ സ്നേഹവും തലോടലും അതുപോലെ തന്നെ നല്ല വാക്കുകളും കേൾക്കേണ്ട പ്രധാന സന്ദർഭം എന്ന് പറയുന്നത് അവൾ ഗർഭിണിയാകുമ്പോഴാണ്. കാരണം ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ഭാവി തീരുമാനിക്കുന്നതിൽ അവൾ ഗർഭിണിയാകുന്ന സമയത്ത് അനുഭവിക്കുന്ന സമാധാനവും സമാധാനക്കേടും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ്. നമ്മുടെ മക്കൾ നന്നാകണമെങ്കിൽ നമ്മുടെ ഭാര്യ നല്ല സന്തോഷകരമായ ഗർഭാവസ്ഥയിൽ കഴിഞ്ഞുകൂടണം എന്നർത്ഥം.
അപ്പോൾ ഗർഭിണിയാകുന്ന സമയത്തും നമ്മളെ ചീത്തയും നമ്മളെ കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്നാൽ, നമ്മുടെ ഉമ്മയുടെ ചീത്ത പറയലുകളും ഓവർലോഡ് പണിയും മാനസികമായും ശാരീരികമായുമുള്ള സംഘർഷങ്ങളും നമ്മുടെ ഭാര്യയ്ക്ക് കൊടുത്താൽ അത് അവളെ മാത്രമല്ല, ഗർഭിണിയായ ആ സ്ത്രീയുടെ ഗർഭസ്ഥ ശിശുവിനെ പോലും ബാധിക്കുമെന്നാണ് ആധുനിക പഠനങ്ങൾ പറയുന്നത്. സുഹൃത്തുക്കളെ, അതും കഴിഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ബാധ്യതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ മിക്ക ആളുകളും ഒരു 8 വയസ്സ് 9 വയസ്സ് ഒരു 11 വയസ്സ് അപ്പോഴാണ് പറയാ, ചെക്കൻ ആദ്യം കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോൾ പറഞ്ഞത് കേൾക്കണില്ല, ഇപ്പോൾ വീട്ടിലേക്കൊന്നും അധിക സമയമില്ല, വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, ഉള്ളിൽ കയറി അപ്പോൾ വാതിലടക്കുകയാണ്, കളിക്കാൻ പോയാൽ പിന്നെ എപ്പോഴെങ്കിലും കയറി വരുന്നുള്ളൂ. എപ്പോഴാണ്? 11 വയസ്സ് കഴിഞ്ഞിട്ടാണ് ആദ്യമായി കുട്ടിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നത്. സുഹൃത്തുക്കളെ, ആദ്യത്തെ 3 വയസ്സാണ് ഏറ്റവും പ്രധാനം. 0 to 3 പ്രസവിച്ചത് മുതൽ 3 വയസ്സ് വരെയുള്ള നമ്മുടെ ചെറിയ കുട്ടിയുടെ ഇളം മനസ്സിൽ നമ്മൾ സ്നേഹവും ഒത്തൊരുമയും പങ്കുവെക്കാനുള്ള മനസ്സുമൊക്കെ ഊട്ടിയുറപ്പിക്കണം, അല്ലെങ്കിൽ വലിയ അപകടമാണ്. കാരണം ആ സമയത്ത് ഓവറായിട്ട് സ്നേഹിച്ച് വേണ്ടതൊക്കെ വാങ്ങിക്കൊടുത്ത് ആവശ്യപ്പെട്ടതൊക്കെ കൊടുത്ത് ഏതെങ്കിലും ഒരു ആള് അവനെന്തെങ്കിലും ഒരു വൃത്തികേട് അല്ലെങ്കിൽ ഒരു കുരുത്തക്കേട് കാണിക്കുമ്പോൾ ശാസിച്ചാൽ അവനെ നേരെ സ്കൂട്ടറിലെടുത്തിട്ട് ഇപ്പം എന്ത് ചെയ്യും? സ്കൂട്ടറിൽ കൊണ്ടുപോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കും. ഇപ്പം എങ്ങനെയുണ്ട്? 3 വയസ്സുള്ള കുട്ടി 3.5 വയസ്സുള്ള കുട്ടി വികൃതി കാണിച്ചപ്പോൾ ഉമ്മ അടിച്ചു, അപ്പോൾ പപ്പ കൊണ്ടുപോയിട്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. ഈ ഇളം മനസ്സിൽ വളരുന്ന ചിന്ത എന്താണ്? വികൃതി കാണിക്കുക, ഐസ്ക്രീമും കിട്ടും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ചെറിയ ചില ചിന്തകളിൽ നിന്ന് പോലും നമ്മൾ ഗൗരവമായ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കാണ് സമൂഹം എത്തിപ്പെടുക. അതുകൊണ്ട് ആ ഒരു സമയത്ത് അവരെ കൂടുതൽ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടത് പറഞ്ഞു കൊടുക്കാൻ, അവർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ഖുർആൻ പാരായണം കേൾപ്പിക്കണം, ദിക്റുകൾ പഠിപ്പിക്കണം. തെറ്റിക്കോട്ടെ, ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറയാം, മാഷാ അല്ലാഹ് എന്നൊക്കെ പറയാം, ആയിക്കോട്ടെ, മഖ്റജൊക്കെ പിന്നെ ഉണ്ടാക്കുക, പക്ഷേ കുട്ടി ചില വാക്കുകൾ പറയട്ടെ. നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മടിയിലിരുത്തി ഖുർആൻ പാരായണം കുട്ടി കേൾക്കട്ടെ. നാം ഖുർആൻ പാരായണം ചെയ്യുന്നത് നമ്മുടെ പൊന്നുമോൾ കാണട്ടെ. ആ ഒരു ആദ്യത്തെ 3 വയസ്സിൽ അത്തരം കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കൾ വളരേണ്ടത് എന്നർത്ഥം. സുഹൃത്തുക്കളെ, ഒന്നുകൂടി കഴിഞ്ഞ് നമ്മുടെ മക്കൾ സ്കൂൾ പഠനത്തിലേക്കും മദ്രസ പഠനത്തിലേക്കും ഒക്കെ പോകുന്ന സന്ദർഭത്തിൽ അവർ ഓരോന്നും അനുകരിക്കാൻ തുടങ്ങും, അല്ലേ? നമ്മൾ ചെയ്യണതൊക്കെ അവർ ചെയ്യും, നമ്മൾ ചെയ്യുന്നതൊക്കെ അവർ നല്ല ശ്രദ്ധിക്കും. നമ്മളെങ്ങനെയാണ് നടക്കുന്നത്, നമ്മളെങ്ങനെയാണ് ചെരുപ്പ് ഊരിയിടുന്നത്, നമ്മൾ എവിടെയാണ് ബാഗ് കൊണ്ടുപോയി വെക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഭാര്യയോട് പെരുമാറുന്നത്, ഉമ്മാനെ എങ്ങനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഇതൊക്കെ കുട്ടിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ പതിയും. ആ സമയത്ത് കുട്ടിയെ സ്നേഹിക്കുകയും ആവശ്യമായ തലോടലും തല്ലലും ഒരുപോലെ കൊടുക്കുകയും വേണം. യഥാർത്ഥത്തിൽ ഈ ഇരിക്കുന്ന ഒരു രക്ഷിതാവും മക്കളെ സ്നേഹിക്കാത്തവരായിട്ടുണ്ടാവില്ല. മക്കളോട് എനിക്കിഷ്ടല്ല എന്ന് ആരും പറയൂല, പക്ഷേ മക്കൾക്കത് ബോധ്യപ്പെടുന്നുമില്ല, അല്ലേ സത്യം? സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് പറയാണ്, കുട്ടികൾ പ്രവാചകന്റെ അരികിലേക്ക് ചെന്ന് പ്രവാചകനോടൊപ്പം സംസാരിച്ച് തിരിച്ചു പോരുമ്പോൾ ഓരോ കുട്ടിക്കും തോന്നും അള്ളാഹിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. ഓരോ കുട്ടിക്കും തോന്നുകയാണ് അള്ളാഹിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടം എന്നെയാണ്. പക്ഷെ നമ്മുടെ മക്കൾക്കോ, എൻ്റെ 3 കുട്ടികളിൽ ഓരോരുത്തർക്കും തോന്നുകയാണ് ഇന്നെയാണ് ഇപ്പാക്ക് ഇഷ്ടമല്ലാത്തത്, ഉമ്മച്ചിക്ക് ഇന്നെ കണ്ടുകൂടാന്ന് ഓരോരുത്തർക്കും തോന്നുക. അപ്പോൾ ഇവിടെ ഒരു തിരുത്ത് ആവശ്യമില്ലേ സഹോദരങ്ങളെ? എന്തൊക്കെയോ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനില്ലേ? സ്നേഹിച്ചാൽ പോരാ, സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു വീട്ടിൽ 4.5 വയസ്സുള്ള ഒരു മോളും 2 വയസ്സുള്ള ഒരു മോനും. അവൻ 2 വയസ്സുകാരനാണെങ്കിലും നല്ല വികൃതിയാണ്. ഉപ്പ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയി, ഉമ്മ അടുക്കളയിൽ പണിയിലാണ്. കുട്ടീനൊന്ന് നോക്കണട്ടോ എന്ന് പറഞ്ഞ് 4.5 വയസ്സുകാരിയെ നോക്കാൻ ഏൽപ്പിച്ചു. കുട്ടി എവിടുന്നോ കിട്ടിയ ഒരു വടി എടുത്തിട്ട് താത്താനെ 4.5 വയസ്സുകാരിയെ അടിച്ചു. ഇനിയും വടി കിട്ടുമോ എന്ന് പേടിച്ചിട്ട് മോള് വേഗം അനിയൻ്റെ കയ്യിൽ നിന്ന് വടി ഇങ്ങോട്ട് വലിച്ചു വാങ്ങി. കുട്ടി നിന്ന് കരയാൻ തുടങ്ങി. കരച്ചിൽ കേട്ടിട്ട് ഉമ്മ അടുക്കളയിൽ നിന്ന് വരുമ്പോൾ കാണുന്നത് മോളെ കയ്യിൽ വടിയുണ്ട്, മോൻ നിന്ന് കരയണമുണ്ട്. കുട്ടിനെ വികൃതി കാണിച്ചൂലേ എന്ന് പറഞ്ഞ് വടി വാങ്ങി ഉമ്മാന്റെ വകയും കൊടുത്തു 2. വൈകുന്നേരം ഉപ്പ വീട്ടിൽ വന്നപ്പോൾ മോള് ചെന്ന് താടിയിലൊക്കെ ഒഴിഞ്ഞിട്ട് ഉപ്പാനോട് പറഞ്ഞു, ഇന്ന് ഉമ്മ എന്നെ അടിച്ചു. അപ്പോൾ നേരെ അടുക്കളയിലേക്ക് വിളിച്ച് ചോദിക്കുകയാണ്, അല്ല കുട്ടിനടിച്ചോ? ആ, ഓ മോനെ വികൃതി കാണിച്ചിട്ടേ. ആഹാ, അതിന് പിന്നെ കടി കിട്ടണ്ടേ? ഉപ്പാന്റെ വക ചീത്തയും.
ഈ ഉദാഹരണം പറഞ്ഞിട്ട് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയാണ്, ഈ മോള് ഭാവിയിൽ ആ ഉപ്പാക്ക് എതിരാകുമെന്നതിൽ സംശയിക്കണ്ട, ആ ഉമ്മാക്ക് എതിരാകുമെന്നതിൽ സംശയിക്കണ്ട. കാരണം ആ കുഞ്ഞു മനസ്സിൽ, ആ ഇളം മനസ്സിൽ ആരുമറിയാതെ ഒരു വിഷവിത്ത് മുളച്ചു വരുന്നുണ്ട്. എന്താണ്? അനിയന് ഇഷ്ടമല്ല, ഉമ്മാക്കും ഇഷ്ടമല്ല, ഉപ്പാക്കും ഇഷ്ടമല്ല. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇപ്പം എന്തിനാ ഉമ്മന്നെ അടിച്ചത്? എന്നിട്ട് ചെന്ന് പരാതി പറഞ്ഞപ്പോൾ ബാപ്പനോട് ചീത്ത പറയാണല്ലോ ചെയ്തത്. ആ കുട്ടി പറയുന്നില്ല, അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷവിത്ത് മുളച്ചു വരികയാണ്, അത് വളരുകയാണ്, അത് പടരുകയാണ്, അത് പന്തലിക്കുകയാണ്. കുട്ടിക്കുണ്ടാകുന്ന ഓരോ അനുഭവവും അതിലേക്ക് കുട്ടി ബന്ധിക്കും. ഇങ്ങനെ പോണ സമയത്ത് ഇവിടെ നിന്നോ, ഞങ്ങൾ കുട്ടിനെ ഇപ്പം വരട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അവളെ മനസ്സ് പറയും, കണ്ടോ എന്നെ കൊണ്ടുപോകണില്ല, ഞാൻ പെൺകുട്ടി ആയതുകൊണ്ടാവും, അല്ലെങ്കിലും ഉമ്മാക്ക് ഇഷ്ടമല്ലല്ലോ. നോക്ക് നിങ്ങൾ, ഇങ്ങനെ ഓരോ സമയത്തും പിന്നെ അതിലേക്ക് ഈ കുട്ടി ഇങ്ങനെ മനസ്സിനെ ചേർത്ത് വെക്കും എന്നാണ് ആ രംഗത്ത് പഠനം നടത്തുന്ന ആളുകൾ ജാഗ്രത കൈകൊള്ളാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നമ്മളെ മക്കളെ സ്നേഹിച്ചാൽ പോരാ, സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. സുഹൃത്തുക്കളെ, എത്രത്തോളം എന്നറിയോ, അവരെ കുറ്റപ്പെടുത്തുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്ന വാക്കുകൾ പോലും ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ആ ഭാഗമൊന്നും കൂടുതൽ വിശദീകരിക്കുകയല്ല. നമ്മുടെ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുള്ള ചില അബദ്ധങ്ങളും അതുകൊണ്ട് വരാനിരിക്കുന്ന വലിയ അപകടങ്ങളും ഞാൻ വേഗത്തിൽ ഇങ്ങനെ പറഞ്ഞു പോകാം. അതിൽ ഒന്ന് ഓവർ സ്നേഹമാണ്. മക്കളെ ഓവറായിട്ട് സ്നേഹിക്കുക. എന്തു പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും. ഇന്ന് വരെ കുട്ടി പറഞ്ഞത് വാങ്ങിക്കൊടുക്കാതിരുന്നിട്ടില്ല. എന്തു പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും. ലാളന കുറച്ച് കൂടുതലാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥയുള്ള ആളുകൾ കുടുംബ ബന്ധത്തിൽ തകർന്നു പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അവർക്ക് വീട്ടിൽ നിന്ന് ഒരു അധ്വാനവും അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കണ മോളെ അടിവസ്ത്രം വരെ ഉമ്മ അലക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ വളരുന്ന മക്കള് +2 കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്തൃ വീട്ടിലെത്തിയാൽ അവർ ചിന്തിച്ച് തുടങ്ങും, ഞാനിവിടെ എന്തോ ഒരു മെഷീനാണോ, ഭയങ്കര പണിയാണല്ലോ, എനിക്കെന്താ ഇവിടെ പണിയെടുക്കലാണോ എൻ്റെ പണി, ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കുന്നത്? കുട്ടി കുടുംബ ബന്ധത്തിൽ ആസ്വദിക്കാൻ കഴിയാത്ത തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടുമെന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കണില്ല. മറ്റൊന്ന്, വെറുതെ ന്യായീകരിക്കുക. കുട്ടിക്ക് വേണ്ടി ഉമ്മ ന്യായീകരിക്കുക. കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താലും അത് ഓനങ്ങനെ ചെയ്യൂലട്ടോ എന്ന് മറ്റുള്ളവരോട് പറയാം. ഇങ്ങനെ കുട്ടിക്കും അറിയാതെ തെറ്റാണെന്ന്, ഉമ്മാക്കും അറിയാതെ തെറ്റാണെന്ന്, എന്നിട്ട് കുട്ടീനെ കേൾക്കേ തന്നെ മറ്റുള്ളവർക്കിടയിൽ കുട്ടീനെങ്ങനെ വെള്ള പൂശുക. ഇങ്ങനെ വളരുന്ന മക്കൾ തെറ്റുകൾ സമ്മതിക്കാത്തവരായിരിക്കും, തെറ്റുകൾ തിരുത്താത്തവരായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് എത്ര തെറ്റ് ചെയ്താലും അതിൽ നിന്ന് ഒഴിവാകാനുള്ളൊരു മനസ്സുണ്ടാവുകയില്ല എന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. സുഹൃത്തുക്കളെ, മതപരമായി ഓവർ സ്ട്രിക്റ്റ് കാണിക്കുക. 5 വയസ്സുള്ള കുട്ടി മഫ്തട്ടപ്പോൾ അല്പം മുടി കണ്ടതിന് അടിക്കുക. 7 വയസ്സ് മാത്രം പ്രായമുള്ള മോന് ഖുർആൻ ഓതിയപ്പോൾ അക്ഷരം തെറ്റിപ്പോയതിന് അടിക്കുക, ബെഞ്ചിൽ കയറ്റി നിർത്തുക, വെയിലത്ത് നിർത്തുക, മതപരമായി ഓവർ സ്ട്രിക്റ്റ് കാണിക്കുക. നിസ്കാരം കുറച്ച് വൈകിയതിന് റൂമിലേക്ക് അടച്ചിട്ടിട്ട് ഇനി ളുഹ്ർ മഅ്സൂം നിസ്കരിച്ചിട്ട് പോന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത്തരം മക്കൾ ഭാവിയിൽ മതനിരാസവും ദൈവനിഷേധവും മതചിഹ്നങ്ങളോടും മതനിയമങ്ങളോടും വെറുപ്പും മറപ്പും കാണിക്കുന്നവരായി വളരുമെന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓവറായിട്ട് ചെയ്തത് എന്തിനാ? കുട്ടികൾ നല്ലോണം മതബോധമുള്ളവരാകണം എന്നുള്ള ആഗ്രഹത്തിലാണ് ചെയ്യുക. പക്ഷേ ഓർക്ക് മതത്തോട് തന്നെ വെറുപ്പായിരിക്കും. മുസല്ല കണ്ടാൽ മൂത്രമൊഴിക്കുക, മുസഫ് കണ്ടാൽ പിച്ച് ചീന്തുക, ഇങ്ങനെയൊക്കെ സ്വഭാവം കാണിക്കുന്ന ഒരു കുട്ടിയെ കൊടുത്തിട്ട് ദീർഘനേരം കൗൺസിലിങ്ങിന് ഇരുത്തി സംസാരിച്ചപ്പോൾ അവസാനം കിട്ടിയ ഹിസ്റ്ററി എന്താണെന്നറിയോ? ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ അവന് നിസ്കാരം തെറ്റിച്ചതിന്, റുക്കൂയിൽ വേഗം എഴുന്നേറ്റതിന് ഉമ്മാൻ്റെയൊക്കെ നടിയിട്ടിട്ടുണ്ട്, ഉപ്പാൻ്റെയൊക്കെ ചീത്ത കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ കിട്ടി അവസാനം കുട്ടിക്ക് നിസ്കാരം തന്നെ കണ്ടുകൂടാ, ഖുർആൻ തന്നെ കണ്ടുകൂടാ. വളരെ ഗൗരവമായി മുഅ്മിനീങ്ങളെ നമ്മൾ ഈ വിഷയത്തെ കാണണം. അതുപോലെ എപ്പോഴും കുറ്റപ്പെടുത്തൽ ഇങ്ങനെ കേട്ട് വളരുന്ന മക്കൾ എപ്പോഴും കുറ്റപ്പെടുത്തലാണ്. കുട്ടിൻ്റെ 9 പോസിറ്റീവ് കണ്ടാലേ ഒരു നന്മ ഒരു തിന്മ പറയാവൂ എന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് എത്ര ഗുണങ്ങളുണ്ട് അതൊക്കെ ഒന്ന് കുട്ടിനോട് ആദ്യം പറയണം, പിന്നെ ഇതും കൂടി ശ്രദ്ധിക്കണം കേട്ടോ എന്ന രീതിയിൽ പറയാതെ എപ്പോഴും കുറ്റപ്പെടുത്തുക. ഇത്തരത്തിലുള്ള മക്കൾ പ്രണയത്തിൽ ചെന്ന് ചാടും എന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. ഞാൻ വേഗത്തിൽ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൽ ഒരു ചെടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് സൂര്യപ്രകാശം കിട്ടണില്ല എന്ന് തോന്നിയാൽ സൂര്യപ്രകാശം കിട്ടുന്നു തോന്നുന്നിടത്തേക്ക് ചെടി ഇങ്ങനെ വളയും. അതന്നെ സംഭവിക്കുക. സുഹൃത്തുക്കളെ, ഒരു
9ാം ക്ലാസ്സുകാരി മോള് വീട്ടിൽ വന്നിട്ട് 48 മാർക്ക് കിട്ടിയ സന്തോഷം പറയാൻ വേണ്ടി ഉമ്മാൻ്റെ അടുത്ത് പേപ്പർ കൊടുത്തിട്ട് ഉമ്മ എനിക്കിന്ന് 48 മാർക്ക് ഉണ്ട്. ഒറ്റടിക്ക് ഉമ്മ തിരിച്ചു വയ്ക്കുക, എൻ്റെ 2 മാർക്ക് എവിടെ പോയെ? പഠിക്കണേ, കളിച്ചു നടന്ന അങ്ങനെ തന്നെയാണ്. എന്തിയപ്പം എൻ്റെ 2 മാർക്ക്? ഇവളെല്ലാം മനസ്സും പോയി. അതേ ക്ലാസ്സിൽ അവളെ കൂടെ അപ്പുറത്തിരിക്കുന്ന വേറൊരു കുട്ടി 25 മാർക്ക് കിട്ടിയത് ഉമ്മാനോട് പോയി പറഞ്ഞപ്പോൾ ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് ഏതായിരുന്നാലും വൈകുന്നേരത്ത് ചായക്ക് കടിയായി കൊടുക്കാൻ ഉണ്ടാക്കിയ പഴംപൊരി 2 കൊടുത്തിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടി നല്ല മോളാണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് 20 ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം 25 ആയില്ലേ, ഇങ്ങനെയാണ് കുട്ടി, അടുത്ത പരീക്ഷയ്ക്ക് 35 വാങ്ങും ഇൻഷാ അള്ളാ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയ്ക്കാണ് കൊടുത്ത്. പിറ്റേന്ന് 2 ക്ലാസ്സിലെത്തി. ഇവളിങ്ങനെ പറയാം പുലിവര്, എടി എനിക്ക് 25 മാർക്ക് കിട്ടിയത് എൻ്റെ ഉമ്മക്ക് ഭയങ്കര സന്തോഷമായിട്ടോ, ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വന്നു, എനിക്കൊരു പഴംപൊരിയൊക്കെ അധികം തന്നു, ഞാൻ ഇനി നല്ലോണം പഠിക്കൂട്ടോ. ഓള് ഇപ്പോൾ മറ്റോള് പറഞ്ഞില്ലെങ്കിലും മനസ്സിലെങ്കിലും ഉണ്ടാവും, എടി എൻ്റെ പെരയിലുണ്ട് ഒരു ഉമ്മ, അതിൻ്റെ അടുത്ത് 25 അല്ല 45 കൊണ്ടോടെ ചെന്നാലും തിരുപ്പതിയാവില്ല. ഇത് കുട്ടി പറഞ്ഞില്ലെങ്കിലും കുട്ടിയുടെ മനസ്സിലുണ്ടാകും. സുഹൃത്തുക്കളെ, ഉമ്മാൻ്റെ അടുത്ത് നിന്ന് സ്നേഹമല്ല കിട്ടുന്നത്, അഭിനന്ദനങ്ങളല്ല കിട്ടുന്നത്, ആശീർവാദങ്ങളല്ല കിട്ടുന്നത്, കുറ്റപ്പെടുത്തലുകൾ മാത്രമാണ് എന്ന് തോന്നുന്ന കുട്ടി ഏത് പ്രണയത്തിലെയും പ്രേമത്തിലും ചെന്ന് ചാടാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ളതിന് എടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചാലും നമ്മൾ അവർ നോക്കുന്ന ഡ്രസ്സിൻ്റെ ആ അടിഭാഗം ഇങ്ങനെ എടുത്തു നോക്കുന്ന സ്വഭാവം ഉണ്ട് നമുക്ക്, അല്ലേ? ഞാനൊക്കെ നോക്കും, എന്ത് ആ സ്റ്റിക്കറിന് എത്രയാണ് വില നോക്കും. 1999, 2000 അല്ല. അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ നമുക്ക് എടി ഇത് വേണ്ടായിരുന്നു, എനിക്കിത് മതി, അല്ലെ ഇജ്ജ് അത് നോക്കാം, എന്നായിക്കോട്ടെ ഇതവിടെ ഇട്ടിട്ട് അവൾ വേറെ 2-3 അല്ലെങ്കിൽ എനിക്ക് വേണ്ട എനിക്ക് വേണ്ട, ഞാൻ എടുക്കണില്ല. അപ്പോൾ എപ്പോഴും മനസ്സ് വലി, എന്നാൽ അതെന്നെ എടുത്തോ. അങ്ങനെ അതെടുത്തു, വീട്ടിൽ വന്നു, നമ്മളെ ജ്യേഷ്ഠനോടും മൂത്തച്ഛനോടും അമ്മായിനോടും ഉമ്മാനോടൊക്കെ ഓൾക്ക് പറ്റിയ ഡ്രസ്സാപ്പതേ, എൻ്റെ 2000 പോയി എന്നല്ലാതെ എന്താ ഇപ്പോൾ എൻ്റെ ഒരു കോലം. ഓളെ കേട്ട് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തി പറയാം. ഏതായിരുന്നു പിറ്റേന്ന് ഓൾ സ്കൂൾക്ക് അതിട്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ പറയാം, എൻ്റെ 2000 പോടെ, എന്താ പോയില്ലൊരു ആ ഡ്രസ്സ് ഇട്ടിട്ട് ഓൾ സ്കൂൾക്കാണ് ചെന്നപ്പോൾ +2 പഠിക്കണ ചെക്കൻ വന്നിട്ട് പറയും പൊടി അയക്കണം. ഏയ് ഇതെന്താ ഒന്നും പറയല്ല കേട്ടോ, എവിടുന്നത് എടുത്തത്, നല്ല സെലക്ഷനാണ്, ഉഷാറായിക്കണു. 10ാം ക്ലാസ്സിൽ പഠിക്കണ പെൺകുട്ടീൻ്റെ മനസ്സിൽ ഇപ്പം വെറുതെ പറ്റിക്കാൻ പറയാണ്, എൻ്റെ ബാപ്പ പറഞ്ഞത് തന്നെയാണ് ശരി, ഇത് കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല എന്നാണോ വരിക, അതല്ല ഈ ചെക്കൻ്റെ അന്തം പോലും എൻ്റെ ബാപ്പാക്കില്ലല്ലോ എന്നാണോ പറയാം. രക്ഷിതാക്കളെ, ടീനേജിലുള്ള ഒരു കുട്ടിൻ്റെ മനസ്സിലാക്കിക്കോളി. ആ കുട്ടീൻ്റെ മനസ്സിൽ അപ്പം പറയും ചെക്ക ഉഷാറാട്ടോ, ഓനക്കത് മനസ്സിലായിരുന്നു, ബാപ്പാക്ക് സൗന്ദര്യബോധമല്ല. സുഹൃത്തുക്കളെ, ഇത് മതി നമ്മുടെ കുട്ടി വലിയ അപകടത്തിൽ പോയി ചാടാൻ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകൾക്ക് പകരം അഭിനന്ദനങ്ങളും, നമ്മളെ വീട്ടിൽ തന്നെ മത്സരങ്ങളൊക്കെ നടത്തണം, എന്നിട്ട് നമ്മൾ സമ്മാനം കൊടുക്കണം. സുഹൃത്തുക്കൾ, അങ്ങനെയൊക്കെ ഉണ്ട് വീടുകളിൽ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്ന വീടുകളിൽ അതിൻ്റെതായ സമാധാനവുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അടുക്കൽ വരുന്ന മറ്റൊരു ഒരു അപകടമാണ്, ഒരു അബദ്ധമാണ് താരതമ്യം ചെയ്യുന്നല്ലോ. ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ മക്കൾ തമ്മിൽ, സ്വന്തം മക്കളുകൾ തമ്മിൽ തന്നെ അയൽവാസിൻ്റെ മക്കളോട് ഇങ്ങനെ താരതമ്യം ചെയ്യും. എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊണ്ടുവരാൻ പറയുമ്പോൾ കുട്ടി വന്നിട്ട് പറയും, ഉമ്മ ഞാൻ വാങ്ങാം, ഇജ്ജ് വാങ്ങിയാൽ ശരിയാവില്ല, ഇജ്ജ് പൊട്ടനാണ്, എടാ ഇജ്ജ് വയ്ക്കോ. അല്ലെങ്കിൽ അയലോക്കാരനെ വിളിച്ചിട്ട്, എടാ ഇവനൊന്നും അറിയില്ല, ഇജ്ജ് എൻ്റെ ഒന്ന് പോയി കൊടുക്കട്ടോ. ഇങ്ങനെ ഇടക്കിടക്ക് താരതമ്യം ചെയ്ത് കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഉൾവലിയുന്നൊരു സ്വഭാവക്കാരായിട്ടാണ് വളരുക. അവർ ഏത് ജോലി ചെയ്താലും അവർക്ക് തൃപ്തി ഉണ്ടാവില്ല. ആദ്യം ഗൾഫിൽ പോകും, എന്നിട്ട് നിർത്തി വരും, ഓട്ടോറിക്ഷ വാങ്ങും, അത് ഓട്ടം കിട്ടണില്ല, വെറുതെ ഇങ്ങനെ അങ്ങാടിയിൽ വെയിലും കൊണ്ട് നിൽക്കുക എന്നല്ലാതെ എന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കും. ടൈലർ ഷോപ്പ് തുടങ്ങും, എന്താണെന്നൊരു ഭയങ്കര ക്ഷമ ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. എന്നിട്ട് ബസ്സിൽ കണ്ടക്ടറാകും, പിന്നെ അതിനെ കൊണ്ട് വയ്യാന്ന് പറയും. റബ്ബർ വെട്ടുക, ടാപ്പിങ്ങിന് പോകും, അത് നെഞ്ചുവേദന എന്ന് പറയും. ഇങ്ങനെ കുറേ ആളുകളുണ്ടാകും. ഓലൊക്കെ ഒരു പക്ഷേ അവരുടെ ചെറുപ്പത്തിൽ ഇങ്ങനെ ഉൾവലിയൽ സ്വഭാവത്തിലേക്ക് അവരെ ഉമ്മിപ്പി എത്തിച്ചിട്ടുണ്ടാവും. എന്ത് ചെയ്താലും തൃപ്തിയാവില്ല. കാരണം എന്താ, ഓനെ പറ്റൂല എന്ന് കേട്ടാണ് ഈ കുട്ടി വളർന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇനി നോക്കൂ നിങ്ങൾ, മറ്റൊന്ന് അവരെ കേൾക്കേ തന്നെ ആള് വില്ലനാണ്, ആള് പോക്കിരിയാണ്, മൊബൈലാണോ കണ്ടോ കുട്ടിയെടുത്ത് നിലത്ത് കയറി, ഓനെ കേൾക്കന്നെ പറയാം. നിങ്ങൾ വണ്ടി വന്ന് ചാവി എടുത്തിട്ടില്ലേ, എന്താ ഓൻ ഏത് ചാവി എടുത്താലും എടുത്ത് കിണറ്റിക്കൊടും. എന്നോ ഒരിക്കൽ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ കുട്ടി. ഇങ്ങനെ അവനെ കേൾക്കെ അവൻ പൊട്ടനാണ്, പോക്കിരിയാണ്, വില്ലനാണ്, കള്ളനാണ് എന്നൊക്കെ പറഞ്ഞ് കേട്ടു വളരുന്ന മക്കൾ
സാമൂഹ്യ ദ്രോഹിയാവുകയും മോഷണം നടത്തുന്ന സ്വഭാവത്തിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ അറിയിക്കുന്നത്. ഇതൊക്കെ എത്രയോ ആളുകളിൽ നടത്തിയ പഠനം നടത്തിയ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരിച്ച് പറയുകയാണ്. സുഹൃത്തുക്കളെ, അതേപോലെ നമ്മുടെ അടുത്ത് വരുന്ന മറ്റൊരു അബദ്ധമാണ് ഒപ്പം നിൽക്കാൻ സമയമില്ല. ഉപ്പാക്ക് ഒപ്പം നിൽക്കാൻ സമയമില്ല. ഉമ്മാക്കൊരു 10 മിനിറ്റ് മക്കളോട് സംസാരിക്കാൻ സമയമല്ല. എല്ലാവരും തിരക്കിലാണ്. ഉമ്മാൻ്റെ ലോകത്താണ്, ഉപ്പാൻ്റെ ലോകത്താണ്, മക്കളുടെ ലോകത്താണ്. ഇത്തരം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ആളുകൾ വരാനുള്ള ദുരന്തം ലഹരിക്കടിമപ്പെട്ടു പോകുമെന്നതാണ്. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. സുഹൃത്തുക്കൾ, എന്തൊക്കെയാണ് ഇന്ന് ലഹരി വരുത്തുന്ന വിനകൾ? നോക്ക് നിങ്ങൾ, നമ്മൾ ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിക്കുമോ? ഡീസൽ വണ്ടിയിൽ പെട്രോൾ അടിച്ചു പോയാൽ പിന്നെ അത് മുഴുവൻ എടുത്ത് കഴുകി വൃത്തിയാക്കി എന്തൊക്കെ ചെയ്യണം? മണ്ണെണ്ണ ഒഴിച്ചാൽ നമ്മളെ വണ്ടി പോകുമോ? എന്തേ കാരണം? ആ കാർ നിർമ്മാതാക്കൾ പറഞ്ഞതാണ് ഇത് പെട്രോൾ വണ്ടിയാണ്, ഇത് ഡീസൽ വണ്ടിയാണ്, ഇതിൽ പെട്രോളാണ് അടിക്കേണ്ടത്, ഇതിൽ ഡീസലാണ് അടിക്കേണ്ടത്, അത് മാറി അടിച്ചാൽ അബദ്ധമാണ്, പ്രശ്നമാണ്. നമ്മെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് പറഞ്ഞതാണ് ലഹരി ശരീരത്തിന് കേടാണ്, മനസ്സിന് ഭ്രാന്താണ്. അല്ല, ഇന്ന് ആധുനിക പഠനങ്ങളും പറയുന്നുണ്ട് ഏത് ലഹരിയുടെയും ഉപയോഗം ആരോഗ്യത്തിന് ഹാനികരമാണ്. ആമാശയത്തിന് ക്യാൻസർ ഉണ്ടാക്കും, ഹൃദയഭിത്തികളിൽ ക്യാൻസർ ഉണ്ടാക്കും, തലച്ചോറിന് ക്യാൻസർ ഉണ്ടാക്കും. മനുഷ്യന്റെ ശരീരത്തിൽ ബാധിക്കുന്ന ഒട്ടുമിക്ക ക്യാൻസറുകൾക്കും കാരണം ലഹരി എന്ന വില്ലനാണ് എന്ന് അറിഞ്ഞിട്ടും അതിങ്ങനെ ഉപയോഗിക്കുക മനുഷ്യന്മാര്. അള്ളാന്റെ റസൂൽ പറഞ്ഞതോ കുല്ലു മുസ്കിരിൻ ഹറാം, ലഹരി ഉണ്ടാക്കുന്നതെല്ലാം നിഷിദ്ധമാണ് കേട്ടോ. അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാണ് ലാ തശ്റബിൽ ഖംർ, കള്ള് കുടിക്കല്ലേ, ലഹരി ഉപയോഗിക്കല്ലേ, ഫഇന്നഹാ മിഫ്താഹു കുല്ലി ശർ, അത് തിന്മകളുടെ താക്കോലാണ്. എല്ലാ തിന്മകളിലേക്കും മനുഷ്യനെ എത്തിക്കുന്ന വൃത്തികേടുകളെ പ്രസവിക്കുന്ന ഉമ്മയാണ്. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, ഉമ്മുൽ ഖബായിസ്, തിന്മകളെ പ്രസവിക്കുന്ന മാതാവാണ് ലഹരി. ഒരു മദ്യപാനി ഒരിക്കലും മദ്യപാനി മാത്രമല്ല, ലഹരി ഉപയോഗിക്കുന്ന ഒരാൾ കള്ളനാണ്, അവൻ വ്യഭിചാരിയാണ്, അവൻ താൻ തോന്നിയാണ്, അവൻ പെങ്ങളെയും മാതാവിനെയും തിരിച്ചറിയാത്തവനാണ്, അതിരും എതിരും തിരിയാത്തവനാണ്, നേരും നെറുകേടും മനസ്സിലാകാത്തവനാണ്. എത്ര അനുഭവങ്ങളുണ്ട് സഹോദരങ്ങളെ. സ്വന്തം ഭാര്യയ്ക്ക് കണ്ണുനീരിന്റെ ചാല് പകരുന്ന ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നു. സ്വന്തം മാതാവിനെ പ്രയാസപ്പെടുത്തുന്ന മക്കൾ ലഹരിക്കടിമപ്പെട്ട് വളർന്നു വരുന്നത് നമ്മൾ കാണുന്നു. സ്വന്തം പിതാവിന്റെ പോക്കറ്റ് അടിക്കുന്ന മക്കൾ ലഹരിക്കടിമപ്പെട്ടതിന്റെ പേരിൽ ചെയ്യുന്നത് നമ്മൾ കാണുന്നു. സുഹൃത്തുക്കളെ, എന്തെല്ലാമാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ലഹരി എന്ന ഒറ്റ കാരണം കൊണ്ട് എത്ര വീടുകളാണ്, എത്ര കുടുംബങ്ങളാണ് തകർന്നടിഞ്ഞത്. മുഖത്തേക്ക് നോക്കാൻ പറ്റാതെ തല താഴ്ത്തി നടക്കേണ്ട ഗതികേട് എത്ര മാതാപിതാക്കൾക്കാണ് ലഹരി സമ്മാനിച്ചത്. അതിന്റെ പ്രധാന കാരണം എന്താ അറിയോ? മാതാപിതാക്കൾക്ക് മക്കളോടൊപ്പം ഇരിക്കാനും സമയം ചെലവഴിക്കാനും നേരമില്ല എന്നത്, സൗകര്യമില്ല എന്നത്. അതുകൊണ്ട് മക്കളെ ചേർത്ത് പിടിക്കാൻ, അവരോട് കൂടെ സമയം ചെലവഴിക്കാൻ, അവരോട് സ്നേഹത്തോടെ സംസാരിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് പേരിടുന്നിടത്ത് പോലും ശ്രദ്ധിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നല്ലൊരു പേരിടണം, കിട്ടിയ പോലെ പേരിട്ട് പോകരുത്. ചില ആളുകൾ നല്ലൊരു പേരിടും, അബ്ദുൾ റഷീദ്. റഷീദ് എന്ന് അള്ളാഹ്ക്കൊരു പേരില്ലാത്തത് കൊണ്ട് തന്നെ അബ്ദുൾ റഷീദ് എന്നുള്ള പേരെന്നെ ഇടാൻ പാടില്ല. എന്തേ കാരണം? റഷീദിന്റെ അടിമ എന്നാ. റഷീദ് എന്നൊരു നാമം അള്ളാഹുവിന് ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നാസിർ, അബ്ദുൽ നാസിർ എന്ന് പേരിടും. അങ്ങനെ ഒരു പേര് അള്ളാഹ്ക്ക് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. നസീറിനിടാം, അബ്ദുൽ നസീർ. നാസിർ ഇല്ല. അബ്ദുൽ സത്താർ എന്നിടാൻ പാടില്ല, സത്താർ ഇല്ല. അബ്ദു മനാഫ് ഇടാൻ പാടില്ല, മനാഫ് ഇല്ല. അള്ളാഹിന്റെ പേരിലേക്ക് ചേർക്കുമ്പോൾ പോലും ശ്രദ്ധിച്ചിടണം എന്നർത്ഥം. എന്നതൊന്നും കൂടുതൽ വിശദീകരിക്കല്ല, കൂടുതൽ പഠനങ്ങൾക്ക് വിഷയീഭവിക്കട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലേക്ക് ഒരാൾ കടന്നു വന്നു. എല്ലാവരും ഉണ്ട്, അബുൽ ഹക്കമാണ്, അബുൽ ഹക്കമാണ് എന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുൽ ഹക്കം വ ഇലൈഹിൽ ഹുക്ം. അള്ളാഹുവാണ് അൽ ഹക്കം, അവനിലേക്കാണ് എല്ലാ വിധികളും അടങ്ങുക. ഇതിപ്പോ എന്താ നിങ്ങൾ അബുൽ ഹക്കം, ഹക്കമിന്റെ പാപ്പ, അള്ളാന്റെ നിങ്ങളെന്താ അങ്ങനെ വിളിക്കണത്? അപ്പൊ അദ്ദേഹം തന്നെ മുന്നിട്ട് ചെന്നിട്ട് പറഞ്ഞു, റസൂലേ, ആളുകൾ എന്തെങ്കിലും തർക്കത്തിലായാൽ അവരെൻ്റെ അടുക്കൽ വരും, രണ്ടുപേരെയും ഞാൻ കൃത്യമായി കേൾക്കും, എന്നിട്ട് അവർക്കിടയിൽ നീതിപൂർവകമായ ഒരു വിധി ഞാൻ കൽപ്പിക്കും. രണ്ടുപേരും സംതൃപ്തരായിട്ടാണ് തിരിച്ചു പോകല്. ഇങ്ങനെ ധാരാളം സന്ദർഭങ്ങൾ ഉണ്ടായപ്പോൾ ആളുകളൊക്കെ ഇന്നെ വിധികർത്താവ് എന്നുള്ളൊരു നിലക്ക് അബുൽ ഹക്കം എന്നാണ് വിളിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ പേര് പാടില്ല.
പകരം നിനക്ക് മക്കളുണ്ടോ ചോദിച്ചു. ആ ഉണ്ട്. എത്ര മക്കളുണ്ട്? അദ്ദേഹം ഇങ്ങനെ പേര് പറഞ്ഞു, അബ്ദുള്ള, ഷുറൈഹ്, യാസ്മി, ഇങ്ങനെ പറയാൻ തുടങ്ങി. പ്രവാചകൻ ചോദിച്ചു, മൂത്ത മകനാരാ? ഷുറൈഹാണ് എന്ന് പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത അബൂ ഷുറൈഹ്, എങ്കിൽ നീ അബൂ ഷുറൈഹാണ്, അബുൽ ഹക്കമല്ല. പേരിടുന്നിടത്ത് പോലും മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. സുഹൃത്തുക്കളെ, അവരോട് അങ്ങേയറ്റം കരുണ കാണിക്കണം. മക്കളോടുള്ള കാരുണ്യം കൊണ്ട്, ചെറിയ കുട്ടികളോടുള്ള കാരുണ്യം കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് നമസ്കാരം നീട്ടുകയാണ്, നമസ്കാരം ചുരുക്കുകയാണ്. രണ്ടും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. രണ്ടും ഹദീസിൽ വന്നു. നമസ്കാരം നീട്ടിയത് ഏതാ? പ്രവാചകൻ സുജൂദിലേക്ക് പോയി ഉയരുന്നില്ല. ഹദീസിന്റെ ഷറഹിൽ കാണാം, ഒരു സ്വഹാബി ഇങ്ങനെ കുറേ സമയമായപ്പോൾ പ്രവാചകന് വുളു മുറിഞ്ഞിട്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ടാവുമോ എന്ന് പേടിച്ചിട്ടൊന്ന് എത്തി നോക്കി. സുജൂദിനാണ് ഉയർന്നു നോക്കി. അപ്പല്ല, പ്രവാചകൻ സുജൂദിൽ തന്നെയാണ്. നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് ചോദിച്ചു, റസൂലെ, ഇന്ന് സുജൂദ് കുറച്ച് നീണ്ടുപോയല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ സുജൂദിലായപ്പോൾ എൻ്റെ പേരക്കുട്ടി എൻ്റെ പിരടിയിൽ വന്നിട്ടിരുന്നു. കുട്ടി ഇറങ്ങണതിന് മുമ്പ് ഇറക്കണത് എനിക്ക് മടിയായി തോന്നിയിട്ട് ഞാൻ പ്രാർത്ഥിച്ച അങ്ങനെ ഇരുന്നു സുജൂദിൽ. കുട്ടി ഇറങ്ങിയപ്പോൾ ഞാൻ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിൽ നിന്ന് ഉയർന്നതാണ്. സുഹൃത്തുക്കളെ, ഇതേ രംഗം ഇന്ന് വീട്ടിൽ നമ്മളെ അമ്മമാൻ്റെ, നമ്മളെ ഉമ്മാൻ്റെ, നമ്മളെ ഭാര്യൻ്റെ, നമ്മളെ മരിയോളെ പെരടിമ്മ കുട്ടി പോയി ഇരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിസ്കാരം അപ്പം തന്നെ പോകും. കാരണം നിസ്കാരം വെച്ചോട്ടെ, ഇതാണ് ചിന്ത. സുഹൃത്തുക്കളെ, പിന്നെ എങ്ങനെയാണ് കുട്ടികളോട് കാരുണ്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുട്ടികൾക്ക് വേണ്ടി നിസ്കാരം ചുരുക്കി. അവിടുന്ന് പറയുന്നു, ഞാൻ ദീർഘമായ സൂറത്തുകൾ ഓതി നമസ്കരിക്കണമെന്ന് വിചാരിച്ച് നമസ്കാരം ആരംഭിക്കും. പിറകിൽ നിന്ന് ചെറിയ കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ കുട്ടികൾക്കും ഉമ്മമാർക്കും അത് ബുദ്ധിമുട്ടാകരുതെന്ന് ഭയന്ന് ഞാൻ എൻ്റെ നമസ്കാരം ചെറിയ സൂറത്ത് ഓതി വേഗം അവസാനിപ്പിക്കും. കുട്ടികൾക്ക് വേണ്ടി നിസ്കാരം അഡ്ജസ്റ്റ് ചെയ്ത മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, പ്രവാചകൻ മിമ്പറിൽ കയറുമ്പോൾ അങ്ങേയറ്റം ഗൗരവത്തിൽ സംസാരിക്കുന്ന ഒരു കമന്ററെ പോലെ കണ്ണുകൾ ചുമന്ന് ശബ്ദമിടറി സംസാരിക്കുന്ന ഒരു പ്രഭാഷകനാണ്. അതേ പ്രവാചകൻ മിമ്പറിൽ നിന്നിറങ്ങി കുട്ടികൾ പിരടിയിലേക്ക് കയറുമ്പോൾ ആന കളിപ്പിക്കുന്ന കളിക്കാരനാണ്. അതേ പ്രവാചകൻ രാത്രിയാമങ്ങളിൽ റബ്ബിന്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രാർത്ഥിക്കുന്ന വിനീതനായ ഒരു അടിമയാണ്. അതേ പ്രവാചകൻ യുദ്ധത്തിൽ അങ്ങേയറ്റം ധൈര്യസമേതം യുദ്ധം നടത്തുന്ന ഒരു യോദ്ധാവാണ്. അതേ പ്രവാചകൻ വീട്ടിൽ ചെന്നാൽ ചപ്പാത്തി പരത്തി കൊടുക്കുന്ന ഒരു പ്രിയതമനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ വിഷയത്തിൽ നമുക്ക് മാതൃകയാണ്. ചേർത്ത് പിടിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹ് കുട്ടികളെ വല്ലാതെ ചുംബിക്കുന്നത് കണ്ടപ്പോ അഖ്റ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, എനിക്കുണ്ട് 10 കുട്ടികൾ, 10 മക്കളുള്ള ഒരു ബാപ്പയാണ് ഞാൻ. എൻ്റെ കുട്ടികളെയൊന്നും ഞാൻ അങ്ങനെ ചുംബിച്ച് കളിപ്പിക്കലില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അഖ്റേ, നിന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു കാരുണ്യത്തെ എടുത്തു കളഞ്ഞാൽ എനിക്ക് നിറച്ചു തരാൻ കഴിയില്ല. മല്ലാ യർഹം ലാ യുർഹം. കുട്ടികളോട് കരുണ കാണിക്കാത്തവന് റബ്ബിന്റെ കാരുണ്യമില്ല. മല്ലം യർഹം സഗീറന. നമ്മുടെ കുട്ടികളോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അങ്ങേയറ്റത്തെ കാരുണ്യം നമ്മുടെ മക്കളോട് നമ്മൾ കാണിക്കണം. സുഹൃത്തുക്കളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്കെതിരായി ഒരിക്കലും പ്രാർത്ഥിക്കരുത്. എപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഖുർആൻ പ്രത്യേകം പ്രാർത്ഥന പഠിപ്പിച്ചു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഇബാദുർ റഹ്മാൻ ആ കൂട്ടരെ പേരിലെ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, റബ്ബിന്റെ കൽപ്പനകൾക്ക് വശംവദരായ, പിശാചിന്റെ ദുഷ്പ്രേരണകൾക്ക് വശംവദരാകാത്ത ഇബാദുർ റഹ്മാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹ് പറയാ, വല്ലദീന യഖൂലൂൻ, അവർ പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ. ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ മനസ്സമാധാനം തരണേ അല്ലാഹ്, കൺകുളിർമ പ്രദാനം ചെയ്യണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബാദുർ റഹ്മാനിന്റെ പ്രാർത്ഥനയായി പഠിപ്പിച്ച പ്രാർത്ഥന. നോക്കൂ നിങ്ങൾ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട്, മക്കൾക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ ഷർഹിൽ പണ്ഡിതന്മാർ പറഞ്ഞതെന്താണെന്നറിയോ? ഒരു ഉമ്മയും ഉപ്പയും മക്കളിൽ എന്തിനെയൊക്കെ പേടിക്കുന്നുണ്ടോ അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടുന്ന പ്രാർത്ഥന. ശ്രദ്ധിക്കണേ, ഉപ്പയും ഉമ്മയും മക്കളിൽ എന്തിനെയൊക്കെ പേടിക്കുന്നുണ്ടോ അതിൽ നിന്നൊക്കെ രക്ഷ കിട്ടുന്ന ഒരു പ്രാർത്ഥന.
ഏതാ പ്രാർത്ഥന? ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൽ ലമ്മ. സുഹൃത്തുക്കളെ, ഏതാ ഈ പ്രാർത്ഥന? നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹിനോട് രക്ഷ തേടുകയാണ്. ബികലിമാത്തില്ലാഹി തമ്മ, അള്ളാഹുവിന്റെ മുഴുവൻ നാമങ്ങളും മുൻനിർത്തി, അവന്റെ മുഴുവൻ വചനങ്ങളും ഇസ്തിആദത്തിന് പറ്റിയ മുഴുവൻ സൂറത്തുകളും മുൻനിർത്തി ഞാനിതാ നിങ്ങൾക്ക് വേണ്ടി രക്ഷ തേടുകയാണ്. മിൻ കുല്ലി ശൈത്വാനിൻ, എല്ലാ പൈശാചിക ഉപദ്രവത്തിൽ നിന്നും, വഹാമ്മത്തിൻ, ഇഴജന്തുക്കളുടെ, പക്ഷികളുടെ, പ്രാണികളുടെ, തേളുകളുടെ, പാമ്പുകളുടെ ശല്യങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി രക്ഷ തേടുകയാണ്. വമിൻ കുല്ലി ഐനിൽ ലമ്മ, കണ്ണേറ് തട്ടുന്ന കണ്ണുകളിൽ നിന്ന്, ദുഷ്ട കണ്ണുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാനിതാ റബ്ബിനോട് രക്ഷ തേടുകയാണ്. ആര് പ്രാർത്ഥിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, നമ്മുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ നബിക്ക് വേണ്ടി, ഇസ്ഹാഖ് നബിക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ് കേട്ടോ ഇത്. ഹസൻ റളിയല്ലാഹുവിനും ഹുസൈൻ റളിയല്ലാഹുവിനും വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നു. അമാനി മൗലവി റഹിമഹുല്ലാഹ് സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണത്തിൽ എടുത്തു കൊടുക്കുന്നു. പുളിക്കൽ ക്ലാസ്സിൽ പറയാൻ വേണ്ടി ഇന്ന് അമാനി മൗലവി ഒന്നുകൂടി എടുത്തു നോക്കി. പടച്ചോനെ ഉറപ്പിച്ചു പറയണം, വലിയ പ്രശ്നമാവില്ലെങ്കിൽ. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുക, കണ്ണേറ് തട്ടുന്ന കണ്ണുകളിൽ നിന്ന് നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അമാനി മൗലവി എടുത്തു കൊടുക്കുന്നു. ഹദീസിൽ അതിനർത്ഥവും കൊടുക്കുന്നു. സൂറത്തുൽ ഫലക്കിന്റെ വിശദീകരണത്തിൽ ഇപ്പൊ എടുത്തു നോക്കിയാലും കാണാം. എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുക, കണ്ണേറ് തട്ടോ തട്ടൂലേ? അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുക, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചതാണ് എന്ന് പഠിപ്പിക്കുക. സുഹൃത്തുക്കളെ, മക്കൾക്ക് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. പ്രത്യേക പ്രാർത്ഥന ഇതാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അവരെ വൈകുന്നേര സമയങ്ങളിൽ അങ്ങാടികളിൽ കറങ്ങി നടക്കാൻ അനുവദിക്കരുത്, പുറത്ത് കറങ്ങി നടക്കാൻ അനുവദിക്കരുത് എന്ന് ജീവിതത്തിൽ കള്ളം പറഞ്ഞിട്ടില്ലാത്ത, വഹ്യനുസരിച്ച് മാത്രം മതകാര്യങ്ങൾ പഠിപ്പിച്ച ലോകത്തിന്റെ ഗുരുനാഥൻ അഷ്റഫുൽ ബശർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ജനഹൽ ലൈലു ഔ അംസൈതും ഫകുഫു സിബിയാനകും. മഗ്രിബിന്റെ സമയമായാൽ നിങ്ങൾ മക്കളെ വീടകങ്ങളിൽ തന്നെ പിടിച്ചു വെക്കണം. സിബിയാൻ എന്ന് പറഞ്ഞ ചെറിയ കുട്ടികളെ ആ സമയത്ത് വീട്ടിൽ തന്നെ പിടിച്ചു വെക്കണം. അന്നേരം പിശാചുക്കൾ വ്യാപിക്കുന്ന സമയമാണ്. ചില ഉമ്മാർക്കൊക്കെ ആ സമയത്ത് കുട്ടികളെ കുളിപ്പിക്കാൻ പുറത്തുള്ള പൈപ്പുമൊക്കെ ഒരു കൊണ്ടുപോല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനോട് ഒരു വിലയും ഇല്ലാത്ത പ്രവർത്തനം. നിങ്ങൾ കുട്ടികളെ മഞ്ഞുള്ള സമയത്ത് പുറത്തിറക്കരുത്, ജലദോഷം പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ, നല്ല വെയിലുള്ള സമയത്ത് കുട്ടികളെ കളിക്കാൻ അനുവദിക്കരുത്, നീറിറക്കുണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ അനുസരിച്ച ഉമ്മ. അല്ലാഹു റസൂൽ പറഞ്ഞു, ശൈത്വാൻ വ്യാപിക്കുന്ന സമയമാണ്, കുട്ടികളെ മഗ്രിബിന്റെ സമയത്ത് വീടകങ്ങളിൽ തളച്ചിടണം എന്ന് പറഞ്ഞപ്പോൾ വിശ്വാസമല്ല. നമ്മുടെ ഈമാൻ ചോർന്നു പോകുന്നുണ്ടോ? ഗൗരവമായി നമ്മൾ ആലോചിക്കണം. സുഹൃത്തുക്കളെ, എന്ത് സംഭവിച്ചാലും നമ്മുടെ മക്കൾക്കെതിരായി നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. ഞാൻ 1-2 സംഭവങ്ങൾ മാത്രം സൂചിപ്പിക്കാം. നമുക്ക് കേട്ടുപരിചയമുള്ള ധാരാളം സംഭവങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്കെതിരായി പ്രാർത്ഥിച്ചു പോകരുത്. ഇതൊന്നും നന്നാവൂലടാ. എത്ര മാതാപിതാക്കളാ അങ്ങനെ പറയാ? കുരുത്തം കെട്ടവനെ അല്ലേ? ഓരോ നാട്ടിൽ ഓരോ പ്രയോഗമായിരിക്കും. ഇതൊന്നും പടച്ചോ നിനക്ക് പുറത്തരൂല. ആരെക്കുറിച്ചാ സഹോദരങ്ങളെ ഈ പറയുന്നത്? നോക്കൂ, 8ാം ക്ലാസ്സിൽ വികൃതി കാണിച്ചതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി. പലതും പറഞ്ഞു നോക്കി. സ്കൂൾ അധികൃതർ അവനെ അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായില്ല. 10ാം ക്ലാസ് വരെ വീട്ടിലിരുന്ന് അവൻ പഠിച്ചു. പലരും അവനെ കുറ്റപ്പെടുത്തി. അവന്റെ വീട്ടുകാരും കുടുംബക്കാരും അയൽവാസികളും നാട്ടുകാരും സ്കൂളിന്റെ അധികൃതരും ഇതൊന്നും നന്നാവൂല എന്ന് പറഞ്ഞു. പക്ഷേ കുട്ടിയുടെ ഉമ്മ മാത്രം അള്ളാഹിനോട് പ്രാർത്ഥിച്ചു, റബ്ബേ, എൻ്റെ കുട്ടിയെക്കുറിച്ച് നന്നാവില്ലെന്ന് ഏത് നാവുകളിൽ നിന്നാണോ ഞാൻ കേട്ടത്, അതേ നാവുകളിൽ നിന്ന് എൻ്റെ കുട്ടി നന്നായല്ലോ എന്ന് പറയുന്നത് കേൾക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. 5 നേരത്തെ നമസ്കാരങ്ങൾക്ക് ശേഷവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന പ്രത്യേക സന്ദർഭങ്ങളിലും ആ ഉമ്മ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി റബ്ബിനോട് പ്രാർത്ഥിച്ചു. 10ാം ക്ലാസ് കഴിഞ്ഞ് അവൻ ഉപരിപഠനത്തിന് ഒരു മതപാഠശാലയിലെത്തി. അവന്റെ ജീവിതം മാറാൻ തുടങ്ങി. അവൻ ധാരാളമായി പഠിച്ചു, ജീവിതത്തിലെ വലിയ സംഭാവനകൾ ചെയ്തു. അതെ, അവൻ 173 ഗ്രന്ഥങ്ങൾ രചിച്ച അബുൽ ഹസൻ അലി നദ്വി റഹ്മഹുള്ളയായി മാറി. ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ദീനിൽ വലിയ പ്രാധാന്യമുണ്ട്. വീട്ടിൽ വിരുന്നുകാരി വന്നു. വികൃതിയും കുസൃതിയും നിറഞ്ഞ കുട്ടി ഉമ്മ വിരുന്നുകാർക്ക് വിളമ്പി വെച്ച ഭക്ഷണത്തിലേക്ക് മണൽ വാരിയിട്ടു. ആ കുട്ടി വികാരനിർഭരനായി ഇന്നും പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഹാഫിദ് സുദൈസ് ഹഫിദുല്ലാഹയാണത്.
ഇന്നും ഹറമിലെ ഇമാമും ഖതീബുമായ ഹാഫിദ് സുദൈസ്, അവിടുത്തെ മന്ത്രാലയത്തിന്റെ മേധാവി, ഇമാമത്തിന്റെ മേധാവിയാണ് അദ്ദേഹം. അദ്ദേഹം പറയാണ്, ഞാനിങ്ങനെ വികൃതി കാണിച്ചപ്പോൾ, മണൽ വാരിയിട്ടപ്പോൾ എൻ്റെ ഉമ്മ എന്നെ അടിക്കുവോ അല്ലെങ്കിൽ വികൃതി എന്നെ ദേഷ്യപ്പെടുവോ ശപിക്കുവോ ഒന്നും ചെയ്യാതെ ഓടി വന്നിട്ട് വാരിയെടുത്തിട്ട് എൻ്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് എൻ്റെ ഉമ്മ പ്രാർത്ഥിച്ചു, വീട്ടിലിങ്ങനെ വികൃതി ഒന്നും കാണിച്ചു നടക്കാതെ ഹറമിലൊക്കെ ഇമാം വെക്കാൻ അള്ളാഹ് നിന്നെ അനുഗ്രഹിക്കട്ടടാ. ആ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് എന്നെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്ന് ഹാഫിദ് സുദൈസ് ഹഫിളഹുല്ലാ പറയുകയാണ്. 5-ാം വയസ്സിൽ കാഴ്ച മങ്ങിത്തുടങ്ങി, വല്ലാത്ത പ്രയാസം, ഉമ്മാക്ക് സങ്കടം. ഉമ്മ പ്രാർത്ഥിച്ചു, റബ്ബേ നിന്റെ കലാമായ ഖുർആൻ, നിന്റെ പ്രവാചകന്റെ അധ്യാപനങ്ങൾ പഠിക്കാൻ, പകർത്താൻ, പകർന്നു നൽകാൻ എൻ്റെ കുഞ്ഞിന് കാഴ്ച തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. 7-ാം വയസ്സിൽ കാഴ്ച തിരിച്ചു കിട്ടി. 9-ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കി. 11-ാം വയസ്സിൽ ഹദീസ് പഠനം ആരംഭിച്ചു. ഇന്ന് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോകമെമ്പാടും ഒന്നിച്ചംഗീകരിക്കുന്ന ഹദീസുകളിൽ 1-ാം സ്ഥാനമുള്ള സഹീഹുൽ ബുഖാരി രചിച്ച ഇമാം ബുഖാരി റഹിമഹുള്ളയാണ് ആ കുട്ടി. ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക്, ഉപ്പയുടെ പ്രാർത്ഥനയ്ക്ക് അത്രത്തോളം മഹത്വമുണ്ട് എന്നർത്ഥം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ യാത്രക്കിടയിൽ കയ്യിന് തളർച്ച ബാധിച്ച ഒരു വൃദ്ധനെ കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇതാരാണ്, എന്തു പറ്റിയതാണ്? മകൻ മുന്നിട്ട് വന്നിട്ട് പറയാണ്, എൻ്റെ ഉപ്പ ജാഹിലിയ കാലത്ത് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഉപ്പാക്കിൻ്റെ ഉപ്പ അവർക്കെതിരായി പ്രാർത്ഥിച്ചു, കുട്ടി നന്നാവൂല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതാണ്. സഹോദരങ്ങൾ നോക്കൂ നിങ്ങൾ. അപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ അവർക്ക് എതിരെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ദീർഘമായി സംസാരിക്കാൻ സമയമില്ല എന്നറിയാം. എന്നിരുന്നാലും 1-2 പോയിന്റുകൾ കൂടി വേഗത്തിൽ പറയാം. നമ്മുടെ മക്കൾ കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. എത്ര സംഭവങ്ങളാണ്, കൂട്ടുകാരാണ് എന്നെ അതിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്നത് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ എത്രത്തോളം എന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ മൻ യുഖാലിൽ. ഓരോരുത്തരും അവനവന്റെ കൂട്ടുകാരന്റെ ആദർശത്തിലായിരിക്കും. അതുകൊണ്ട് ആരോടൊപ്പം കൂട്ടുകൂടുന്നു എന്ന് നോക്കണേ. ആരോടൊപ്പമാണ് എൻ്റെ കുട്ടി കൂടുന്നത്? വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ എത്തുമ്പോഴേക്ക് ആരൊപ്പാണോ എൻ്റെ യാത്ര, എവിടേക്കാണോ പോകുന്നത്, ആരുടെ അടുത്തേക്കാണ് അവൻ പോകുന്നത്, കൃത്യമായ അറിവ്, ഒരു കണ്ണ് അവരോടൊപ്പം ഉണ്ടെങ്കിലേ അവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. സുഹൃത്തുക്കളെ, അതുകൊണ്ട് കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. ഞാൻ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല 10-ാം ക്ലാസ് വരെ. +2 ഞാൻ വേറെ സ്കൂളിൽ പോയപ്പോൾ അവിടുന്ന് എനിക്കൊരു ഇന്ന കൂട്ടുകാരുണ്ടായി, അവനാണ് എന്നെ ഇതിലേക്ക് എത്തിച്ചത് എന്ന് പറയുന്ന എത്ര മക്കളെ നമുക്ക് അനുഭവമുണ്ട്. സുഹൃത്തുക്കളെ, നല്ല സംരംഭങ്ങളുമായി അവരെ ബന്ധിപ്പിക്കണം. അതാണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നല്ല സംവിധാനങ്ങളുമായി, കൂട്ടായ്മയുമായി, നല്ല പ്രവർത്തനവുമായി, നല്ല കർമ്മങ്ങളുമായി അവരെ ബന്ധിപ്പിച്ചു കൊടുക്കണം. അവർക്ക് എപ്പോഴും ഒരു ശുഗലുണ്ടാകണം. തിന്മയിലേക്ക് അവർ പോകാതിരിക്കാൻ നന്മയിൽ അവർക്കൊരു ശുഗലുണ്ടാകണം. ഇദാലം തുശഗ്ഗിൽ നഫ്സക ഫിൽ ഹഖ് ശഗ്ഗലതുക ഫിൽ ബാതിൽ എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു. നിന്റെ മനസ്സിനെ നീ നന്മയിൽ വ്യാപൃതനാക്കിയില്ലെങ്കിൽ മനസ്സ് നിന്നെ തിന്മയിൽ വ്യാപൃതനാക്കും. നമ്മുടെ മനസ്സിനെ ഒരു നന്മയിൽ ഇങ്ങനെ വ്യാപൃതനാക്കിയില്ലെങ്കിൽ മനസ്സ് നമ്മളെ കൊണ്ടുപോയിട്ട് തിന്മയിൽ വ്യാപൃതനാക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സുഹൃത്തുക്കളെ, നല്ല ക്ലാസ്സുകളും ക്യാമ്പുകളും ഉപദേശങ്ങളും അവർക്ക് കിട്ടണം. ഖുർആനിൽ ഒരു സൂറത്ത് ഇറങ്ങിയതിൻ്റെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞത് എന്താ അറിയോ? ഖുർആന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് നൽകുന്ന സാരോപദേശങ്ങൾ, യാ ബുനയ്യ, പുന്നാരമോനെ, കുഞ്ഞുമകനെ, പൊന്നുമോനെ എന്നിങ്ങനെ വിളിച്ചുപദേശിക്കുന്ന ഉപദേശങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി അല്ലാഹ് ഇങ്ങനെ പഠിപ്പിക്കുക. ശിർക്ക് ചെയ്യല്ലേ, അത് വലിയ അക്രമമാണ്. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണേ. കാര്യം എത്ര നിസ്സാരമാണെങ്കിലും, കടുമണിധാന്യത്തേക്കാൾ നിസ്സാരമാണെങ്കിലും, പർവ്വതത്തിനുള്ളിൽ വെച്ച് ചെയ്താലും, ആകാശഭൂമികൾ എവിടെയാണെങ്കിലും അല്ലാഹ് കൊണ്ടുവരും മോനെ. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. 31-ാം അധ്യായം 16-ാം വചനമാണ്. മോനെ ഉപദേശിക്കുന്ന ഉപദേശം ഖുർആൻ പഠിപ്പിക്കുക. നമ്മളെ മക്കളെയൊക്കെ അങ്ങനെ ചേർത്ത് പിടിച്ച് ഉപദേശിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഗൗരവത്തോടെ നമ്മൾ ആലോചിക്കണം. സ്നേഹത്തോടെ ഉപദേശിക്കണം, സന്ദർഭം വെച്ച് ഉപദേശിക്കണം. നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ
നമ്മൾ സാധാരണ പ്രോഗ്രാമിന് സമ്മേളനത്തിന് അടിക്കുന്ന വലിയ ഫ്ലക്സ് കൊണ്ട് മേൽക്കൂരയാക്കി താമസിക്കണ ചെറിയ വീടുകളുണ്ടാകും. അത് നോക്കിയിട്ട് പറയണം, മക്കളെ നോക്കി നിങ്ങൾ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മുടെ വീട്ടിൽ എത്ര സൗകര്യമുണ്ട്, നോക്കി നിങ്ങൾ ആ ആളുകളുടെ വീട് നോക്ക്. നമ്മൾ ഒഴിവാക്കുന്ന ഫ്ലക്സാണ് അവരുടെ മേൽക്കൂര. അതിനുള്ളിൽ തന്നെയാണ് അവർ തിന്നുന്നതും ഒഴിവാക്കുന്നതും കിടന്നുറങ്ങുന്നതും ഒക്കെ. കുട്ടികളോട് ഞാൻ പറയലില്ലേ, നിങ്ങൾ വീട് കേടിയിരുത്തരുത് എന്ന്, ചുമരിലൊന്നും വരയ്ക്കരുത് എന്ന് പറയലില്ലേ? ഇതാ ഞാൻ പറയുന്നത്. പടച്ചോൻ വിചാരിച്ച നമ്മളിൽ അതുപോലുള്ള ഒരു ഫ്ലക്സിന്റെ ചോട്ടക്ക് കൊണ്ടുപോകാൻ പടച്ചോന് കഴിയൂലേ എന്ന് ചോദിച്ചു നോക്കൂ. ആ സമയത്ത് ഉപദേശം മനസ്സിൽ തട്ടും. കീറിപ്പറിഞ്ഞ വസ്ത്രവുമായി യാചിക്കാൻ വരുന്ന ഒരു യാചകന് 10 രൂപ കൊടുത്ത് പറഞ്ഞയച്ചിട്ട് മോളോട് പറയണം, കണ്ടോ, മാറി ധരിക്കാൻ വസ്ത്രമില്ലാത്തതുകൊണ്ട് കീറിപ്പറിഞ്ഞ വസ്ത്രമായിട്ടാണ് ആള് വന്നിട്ടുള്ളത്. നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അപ്പം എൻ്റെ കുട്ടി ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ എപ്പോഴൊന്നും വാങ്ങിത്തരാതെ പിന്നെ വാങ്ങാമെന്ന് ഞാൻ പറയലില്ലേ? ആലോചിച്ച് നോക്ക്, ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, നമുക്കൊക്കെ എത്ര ഉണ്ട്. അത് മനസ്സിൽ തട്ടും. സന്ദർഭം വെച്ച് ഉപദേശിച്ചാൽ അത് മനസ്സിൽ തട്ടുമെന്നാണ് ആ രംഗത്ത് മനഃശാസ്ത്ര വിദഗ്ധന്മാർ പറയുന്നത്. ഉപദേശങ്ങൾ സാന്ദർഭികമായി കൊടുത്തുകൊണ്ടിരിക്കണം എന്നർത്ഥം. സഹോദരങ്ങളെ, അതോടൊപ്പം നോക്കൂ, അവർക്ക് നല്ല ക്യാമ്പുകൾ ഉണ്ടാകും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. ഒരിക്കൽ വയനാട് നടത്തിയൊരു ക്യാമ്പിൽ നമ്മളെ ഒരു ക്യാമ്പിലേക്ക് കൊടുന്നാക്കുമ്പോൾ തന്നെ രക്ഷിതാവ് പറയാണ്, പിന്നെ എല്ലാ കുരുത്തക്കേടും ഉണ്ടോ എൻ്റെ അടുത്ത്, നിങ്ങൾ എന്തു പറഞ്ഞാലും മോനെ വിടരുത് കേട്ടോ, മോൻ്റെ മൊബൈലൊക്കെ അവിടെ വാങ്ങിച്ചോളൂ, ഓൻ വീട്ടിൽ പോരണം എന്നൊക്കെ പറയും, പക്ഷെ നിങ്ങൾ സമ്മതിക്കരുത്. നീണ്ട മുഖവുര തന്നിട്ടാണ് മകനെ ഏൽപ്പിക്കണത്. നന്നാകും എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും ഞാനൊന്ന് നോക്കുകയാണ്. കുട്ടിനെ കൊടുന്നാക്കി പോയി. പറഞ്ഞ പോലെ വൈകുന്നേരത്തെ എനിക്ക് പോകണം, എനിക്ക് നിൽക്കാൻ ശരിയാവില്ല. അങ്ങനത്തെ കുറേ കുട്ടികളെ കണ്ട് പരിചയമുള്ള സംഘാടകരായതുകൊണ്ട് ഇജ അവിടെ കയറി. 2-ാം ദിവസമായി, 3-ാം ദിവസമായി, കുട്ടിക്ക് പോകണം, ഓന് പോകണം. പക്ഷേ 3-ാമത്തെ ദിവസമായപ്പോഴേക്ക് അവൻ്റെ മനസ്സലിയാൻ തുടങ്ങി. നമ്മുടെ 3 പ്രബോധകന്മാരുടെ വിഷയങ്ങൾ അവൻ്റെ മനസ്സിൽ തട്ടി. അവൻ മനം കവർന്നു. തിന്മകളുടെ അനന്തരഫലങ്ങളും നരകത്തെക്കുറിച്ചുള്ള ഭയാനകതയും മാതാപിതാക്കൾ ആരാണെന്നൊക്കെ പഠിപ്പിക്കണ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഫോൺ വാങ്ങിയിട്ട് വീട്ടിൽ വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഫോൺ അവിടെ കൊടുന്ന് ചോദിക്കും. കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചത്, എൻ്റെ കുട്ടിക്ക് നിങ്ങൾ എന്ത് മരുന്നാണ് കൊടുത്തത്? 10-15 കൊല്ലം ഞാൻ നോക്കിയിട്ട് നടക്കാത്തതാണ് നടന്നത്. എൻ്റെ കുട്ടീനോട് സലാം പറഞ്ഞു. ഉമ്മ, ഞാൻ വരുമ്പോഴേക്ക് നമ്മളെ പെരീത്തെ ചാനൽ കട്ട് ചെയ്യണം കേട്ടോ എന്ന് ഉമ്മ എന്നോട് കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് തീരുമാനിച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മാറും. എൻ്റെ കുട്ടി നന്നാവൂല എന്ന് വിചാരിച്ചിടത്തുന്നേ പകരം അള്ളാഹുവിൻ്റെ കുട്ടീനെ നന്നാക്കണേന്ന് പ്രാർത്ഥിക്കുന്നിടത്തേക്ക് നമ്മൾ മാറിയാൽ മതി. എൻ്റെ കുട്ടീനെ നന്നാക്കണേന്ന് പ്രാർത്ഥിക്കുന്നിടത്തേക്ക് നമ്മൾ മാറുക. അതിനാവശ്യമായ സൗകര്യങ്ങൾ നമ്മുടെ വീട്ടിലൊരുക്കുക. വീട്ടിൽ തിന്മകൾ ഭാര്യ കണ്ടിരിക്കുന്നു, മരുമകൾ തിന്മകൾ കാണുന്നു, എല്ലാവരും ഒന്നിച്ചിരുന്ന് വൃത്തികേടുകൾ കാണുന്നു. നമുക്കതൊന്നും ഒരു പ്രശ്നമില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കിട്ട പേര് അദ്ദയ്യൂസ് എന്നാണ്. 3 വിഭാഗം ആളുകളുണ്ട്. അവരെ നരകത്തിൽ പോകുമെന്ന് ഉറപ്പാണ്. അവർക്ക് സ്വർഗം നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ള പറയാണ്, മുദ്മിനുൽ ഖംർ, മുഴുകുടിയൻ, വൽ ആഖ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ, വദ്ദയ്യൂസ് അല്ലദീ യുഖിറു ഫീ അഹ്ലിഹിൽ ഖബസ്, തൻ്റെ കുടുംബത്തിൽ തിന്മകളുണ്ട് എന്നറിഞ്ഞിട്ടും മൗനം ദീക്ഷിക്കുന്ന കുടുംബനാഥൻ. അതൊക്കെ നടക്കട്ടെ, ഇപ്പം എന്നെ കൊണ്ട് തടഞ്ഞാൽ തടയില്ല, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല, ഞാൻ ഇപ്പം എന്താ ചെയ്യുക? ഓലൊക്കെ ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണ മക്കളല്ലേ, എല്ലാവരും ഇപ്പം അങ്ങനെ തന്നെയല്ലേ എന്ന് വിചാരിച്ച് തിന്മകൾക്ക് മൗനം ദീക്ഷിക്കുന്ന കുടുംബനാഥൻ നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ബാപ്പ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ മുതിർന്ന ആളുകൾക്ക് വല്ല ക്യാമ്പും വെക്കുന്നുണ്ടോ? ഇല്ല, ഞങ്ങളെ കീഴിൽ മുതിർന്ന ആളുകൾക്ക് ക്യാമ്പൊന്നുമില്ല. എന്തേ? അല്ലേ, ഓനൊന്ന് നിസ്കരിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊടുന്നാക്കിയതാണ്. ഇപ്പോൾ ഓനെ സുബീക്ക് വിളിച്ചുകൊണ്ടോണാനായിരിക്കും. ഓനെ പോലെ എനിക്കൊന്നാകണം, എന്നെപ്പോലെ ഒന്ന് നിസ്കരിച്ച് കിട്ടിയാൽ മതി എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് ഓനെ പോലെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു മനസ്സ് വേണം. അതിനിപ്പോൾ എന്താ ഒരു ക്യാമ്പുണ്ടോ? നന്നാവും സഹോദരങ്ങളെ. അത് ക്യാമ്പിൻ്റെ മഹത്വോ ക്യാമ്പിൽ ക്ലാസ് എടുത്ത പണ്ഡിതന്മാരുടെ മഹത്വമൊന്നുമല്ല, അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ പ്രവാചകന്റെ വചനങ്ങളുടെ മഹത്വമാണത്. ഉണങ്ങിപ്പോകുമെന്ന് വിചാരിച്ച ചെടിയുടെ ചുവട്ടിൽ കുറേ ദിവസം വെള്ളമൊഴിച്ചപ്പോൾ ആ ചെടിയിൽ നിന്ന് പുതിയ ഇല മുളച്ചു വരുന്നത് പോലെ
നന്നാകില്ലെന്ന് കരുതിയവർക്ക് ഖുർആൻ കിട്ടുമ്പോൾ, ഹദീസുകൾ കിട്ടുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് തെളിനീരായി, നന്മയായി, തഖ്വയായി അതിങ്ങനെ മുളച്ചു വരും. ബിഇദ്നില്ല, അല്ലാഹു തൗഫീഖ് ചെയ്താൽ. സുഹൃത്തുക്കളെ, 24 മണിക്കൂറും ദീന് കേട്ടുകൊണ്ടേയിരിക്കാൻ പറ്റുന്ന ചാനലുകളും റേഡിയോയും ഉള്ള കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഉപയോഗപ്പെടുത്തണം നമ്മുടെ മക്കളും നമ്മളും. അങ്ങനെയുള്ള ഒരു അതീവ ശ്രദ്ധ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്ക് സ്വർഗത്തിൽ അള്ളാഹു പദവികൾ ഇങ്ങനെ ഉയർത്തി കൊടുക്കും. കിട്ടണമെന്ന് തന്നെ ചിന്തിക്കുക. എന്തൊക്കെ ഇതൊക്കെ വന്ന എവിടുന്നത് പറയുമെത്രേ, നിന്റെ മക്കളുടെ പാപമോചന പ്രാർത്ഥനയുടെ ഫലം. നീ മരിച്ചപ്പോഴും നിന്റെ മരണാനന്തരവും നീ കബറിൽ കിടന്നപ്പോഴും നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പടച്ചോനെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ, നിന്റെ ബാപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന മകനുണ്ടായിരുന്നു നിനക്ക്. 3 കാര്യങ്ങൾ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാം മുറിഞ്ഞു പോകും എന്ന് പഠിപ്പിച്ചപ്പോഴും റസൂലുള്ളാഹി പറഞ്ഞു, വവലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന സന്താനം, മകൻ, മകൾ, അത് വലിയ ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യത്തിന് വേണ്ടി അവരെ ചേർത്ത് പിടിക്കാൻ, അവരുടെ ഇപ്പോഴത്തെ ആ ജനറേഷൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കാൻ, അതിനു പറ്റിയ ഉപദേശ നിർദ്ദേശങ്ങൾ അവർക്ക് നിരന്തരമായി നൽകാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ച, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ പഠിപ്പിച്ച കാര്യം നമുക്ക് ഉഫ്ഫിൽ ലക്കുമാ, നിങ്ങൾക്ക് നാശം എന്ന് പറയുന്ന മക്കൾ വളർന്നു വരും, ഖുർആൻ പറഞ്ഞതാണ്. എന്നാൽ അങ്ങനെ പറയരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇസ്രായിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കളായി നമുക്ക് കൺകുളിർമ നൽകുന്ന, മനസ്സമാധാനം പ്രദാനം ചെയ്യുന്ന മക്കളായി നമ്മുടെ മക്കളെ അല്ലാഹു വളർത്തുമാറാകട്ടെ. അതിനവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് ഉപദേശങ്ങൾ നൽകുക, അവരെ മൊബൈലും മറ്റൊക്കെ ഒന്ന് നിയന്ത്രിക്കുക, അവരുടെ കൂടെ നമ്മളൊന്ന് അല്പസമയം ചെലവഴിക്കുക. സുഹൃത്തുക്കളെ, സാധാരണ പറയും സന്തോഷയാത്ര നടത്തണ പോലെ ചില ദുഃഖയാത്രകളും നടത്തണം. നമ്മൾ ഫുള്ള് ഉല്ലാസ യാത്രകളല്ലേ, അതിനു പകരം ക്യാൻസർ രോഗികൾ മാത്രമുള്ള സ്ഥലത്തേക്ക് നമ്മളെ മക്കളെന്ന് കൊണ്ടുപോകണം. മുച്ചുറിയുള്ള അല്ലേ, മുച്ചുറി നമ്മളെ നാട്ടിൽ ചുണ്ടങ്ങനെ കോടി, ചെവിയൊക്കെ ഇങ്ങനെ അടഞ്ഞ്, മൂക്കൊക്കെ ഇങ്ങനെ വളഞ്ഞ്, കണ്ണൊക്കെ ഒന്ന് അടഞ്ഞ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. അവരുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടേ നമ്മളെ മക്കളൊന്ന് കാണിച്ചു കൊടുക്കണം. കാരണം മക്കൾ വിചാരിച്ചത് ഞാൻ ചൊറുക്കില്ല എന്നാണ്. എന്നിട്ട് ചൊറുക്ക് ഉണ്ടാക്കാനുള്ള ക്രീം തേച്ച് ചുണ്ട് ചോപ്പിച്ച് നല്ല ഉഷാറാക്കിയിട്ട് പോവുക. 21 ദിവസം തുടർച്ചയായി മുഖത്ത് ക്രീം തേച്ച് ചുണ്ടിൽ ലിപ്റ്റിക്കിട്ട് കണ്ണാടിയിൽ നോക്കി പോകുന്ന പെൺകുട്ടി 22ാമത്തെ ദിവസം മുതൽ അതില്ലാതെ പോകാൻ കഴിയാത്തവളായി മാറുന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു സൈക്കോളജി എണ്ണം കറക്റ്റൊന്നല്ല. 21 ദിവസം കുട്ടി കണ്ണാടി നോക്കിയിട്ട് ഇതിട്ടിപ്പോൾ ഞാൻ ചൊറുക്കുണ്ടെന്ന് തോന്നിപ്പോകും. പിന്നെ അത് ഇടാതെ കുട്ടിക്ക് അത് സമ്മതിക്കൂല. കുട്ടീൻ്റെ മനസ്സ് തുടർച്ചയായിട്ട് ഇങ്ങനെ കണ്ണാടി നോക്കി ഇപ്പോഴാണ് ഞാൻ ചൊറുക്ക് എന്നിങ്ങനെ തോന്നിയിട്ട് പോകുന്ന ആൾക്ക് അതില്ലാതൊരു ദിവസം പുറത്തിറങ്ങുമ്പോൾ ഒരു മടിയായിരിക്കും. അല്ലാഹ് തന്ന സൗന്ദര്യത്തിൽ തൃപ്തിയില്ലായ്മ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു പെണ്ണ് സുഗന്ധം പൂശി അന്യപുരുഷൻ ആ സുഗന്ധം ആസ്വദിക്കാൻ തയ്യാറായി കാരണമായാൽ അവൾ വ്യഭിചരിച്ചവളെ പോലെയാണ്. ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ ആധുനിക ശൈഖുമാർ പറഞ്ഞു, സുഗന്ധം പൂശിയിട്ട് അന്യപുരുഷന്മാർ ആകർഷിക്കാൻ കാരണമായാൽ വ്യഭിചരിച്ചതിൻ്റെ കുറ്റം അവൾക്ക് കിട്ടുമെങ്കിൽ അന്യപുരുഷന്മാർ നോക്കിയാൽ ഞാൻ സൗന്ദര്യമുള്ളവളാണ് എന്ന് തോന്നാൻ വേണ്ടി മുഖത്ത് ക്രീമും തേച്ച് ചുണ്ടിൽ ചോപ്പും തേച്ച് പോകുന്ന പെണ്ണ് എത്ര വലിയ കുറ്റക്കാരിയാണ്. എന്നിട്ട് ഇതൊക്കെ കേട്ടിട്ട് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ജീൻസ് പാൻ്റ് ഇട്ട് പെണ്ണ് പോണത്. ആണിന്റെ വസ്ത്രം ധരിക്കുന്ന പെണ്ണിന്റെ വസ്ത്രം ധരിക്കുന്ന ആണിനെ അല്ലാഹ് ശപിച്ചു എന്ന് മിമ്പറിൽ നിന്ന് പലതവണ കേട്ടിട്ടും ആ ഖുതുബ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പിന്നെ വൈകുന്നേരത്ത് അങ്ങാടിക്ക് പോകുമ്പോഴും ഇടുന്നത് ഇതേ രൂപത്തിലാണ്. ഒരു ഭാഗം കൂടുതൽ മുടിയെടുത്ത് മറ്റൊരു ഭാഗത്ത് കൂടുതൽ മുടി നിർത്തുന്നത് അല്ലാഹുവിന്റെ റസൂൽ വിലക്കി എന്ന ഹദീസ് കേട്ടിട്ടും നമ്മളെ മക്കളും നമ്മളെ പേരക്കുട്ടികളും ഖസഅ നടത്തിയിട്ടാണ് നമ്മളെ വീട്ടിൽ നിന്ന് പോണത്. മാറ്റം അനിവാര്യമാണ് സഹോദരങ്ങളെ. കേട്ടിട്ട് കാര്യമൊന്നുമില്ല. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഇതിലേറെ ഭംഗിയിൽ ഇതിലേറെ ആയിട്ടും ഹദീസും പറഞ്ഞിട്ട് ഇതിലേറെ പഠനം നടത്തിയ ആളുകൾ പാരന്റിങ് വിഷയത്തിൽ സംസാരിച്ച സംസാരം നമുക്ക് കിട്ടും.
പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. എൻ്റെ ഭാര്യ അങ്ങനെ പോകൂല, എൻ്റെ മകൾ അങ്ങനെ പോകൂല, എൻ്റെ മകൻ അങ്ങനെ പോകൂല തീരുമാനിക്കാൻ തൻ്റെ ഇടമുള്ള നമുക്ക് സാധിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിന് ഇഷ്ടമില്ലാത്തൊരു വസ്ത്രം ധരിച്ചിട്ട് എൻ്റെ മോള് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല എന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. അള്ളാഹു ഇതിന് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും പുറത്തു തന്നെ റഹ്മാനെ. ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ പേരക്കുട്ടികളിലൂടെ ഞങ്ങൾക്ക് സന്തോഷം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ കൺകുളിർന്ന് പ്രദാനം ചെയ്യണം യാ അല്ലാഹ്. സ്നേഹത്തോടെയും ഒത്തൊരുമയുടെയും ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടും സന്തോഷിക്കുന്ന ഒരു കുടുംബത്തിൽ, ഓരോ കുടുംബത്തിലെ അംഗങ്ങളാക്കി നീ ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.